ദേ ഇത് കണ്ടല്ലോ, ഈ ഒരു മൂവിയുടെ മിസ്റ്ററി എന്താണ്, ഇനി എന്താണ് ഈ ഒരു മൂവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നെല്ലാമാണ് ഇന്ന് നമ്മൾ ഈ ഒരു മൂവിയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2007 ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഇത് മെസ്സഞ്ചേഴ്സ് എന്ന് പറഞ്ഞ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫേവററ്റ് മൂവി ലിസ്റ്റ് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള 2000 പുറകിലോട്ടും അല്ലെങ്കിൽ 2010, 15 ആ ഒരു സമയം വരെയുള്ള മൂവീസ് ഉണ്ടല്ലോ, ആ ഒരു മൂവീസ് എനിക്ക് എപ്പോഴും ഫേവററ്റ് ആയിട്ടുള്ള മൂവിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു മൂവി കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് മൂവീസ് കൊണ്ടുവരും. അപ്പോൾ അധികമായിട്ട് നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കാരണം ഇതുപോലെയുള്ള സിനിമകൾ ഇനിയും ഈ ഒരു ചാനൽ ഉണ്ടാവും, അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അധികമായിട്ടും വെറുതെ സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ഒരമ്മയും മകനും ഒരു വീടിനകത്ത് പേടിച്ചിരുന്നിട്ട് ആരോട് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. പ്ലീസ് ഞങ്ങൾ വെറുതെ വേണം, ഞങ്ങൾ ഇതും ചെയ്യരുത്, ഞങ്ങളുടെ അടുത്ത് നിന്ന് പോകുന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ കരയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ കാണിക്കുമ്പോൾ ആ ഒരു അമ്മ തന്റെ മകനെ റൂമിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു ഡോർ അടച്ച് മോനെ നീ കട്ടിലിനടിയിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അവനെ കട്ടിലിനടിയിലേക്ക് പറഞ്ഞു വിടുന്നു. അപ്പൊ ആ ഒരു ചെറിയ പയ്യന്റെ പേര് മൈക്കിൾ എന്നാണ്. അങ്ങനെ അവൻ ആ ഒരു കട്ടിലിനടിയിലേക്ക് കയറി ഇരിക്കുന്നതും പെട്ടെന്ന് ആ ഒരു ഡോർ ഉണ്ടല്ലോ അത് തുറക്കുന്നു. അതുപോലെ എന്തോ ഒരു കാര്യം ഉള്ളിലേക്ക് കയറി വരുന്നത് പോലെ പെട്ടെന്ന് വന്ന് അവന്റെ അമ്മയെ പിടിച്ച് ചുമരിലേക്ക് ഒരു ഒറ്റയേറ് താഴെ വീഴുന്നതും അവന്റെ അമ്മയെ വീണ്ടും എടുത്ത് ആ ഒരു ചുമരിൽ ഇടിച്ച് അവരെ കൊല്ലുന്നതാണ് കാണുന്നത്. ഈ ഒരു പയ്യനാണെങ്കിലോ ഇതെല്ലാം കണ്ട് പേടിച്ച് ഇങ്ങനെ കരയാൻ തുടങ്ങും. ഇവരെന്താണ് ചെയ്യുന്നത്, ആരാണ് കൊല്ലുന്നത് ഒന്നും അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അത് വെളിയിലേക്ക് പോകുന്നതും പെട്ടെന്ന് തന്നെ അവന്റെ സഹോദരി അകത്തേക്ക് വന്നിട്ട് അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ മരിച്ചിടക്കുന്ന ആ ഒരു കാര്യം കാണുന്നതും രണ്ടുപേരും പേടിച്ചിട്ട് ഇപ്പൊ ആ ഒരു സഹോദരി മൈക്കിളിനെ വിളിച്ച് ബാ നമുക്ക് വെളിയിലേക്ക് പോകാന്ന് പറഞ്ഞ് രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും മൈക്കിൾ ഓടി വന്നിട്ട് ആ ഒരു ടേബിളിനടിയിലേക്ക് വന്നിരിക്കും. എന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ അവന്റെ സഹോദരിയെ ആ ഒരു പടിക്കെട്ടിൽ നിന്ന് താഴേക്ക് എടുത്തൊരു ഒറ്റയേറ്. അവിടെയും നമ്മൾ ആ ഒരു രൂപം എന്താണെന്ന് കാണുന്നില്ല, എന്തോ ഒരു അദൃശ്യ ശക്തി, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത് കണ്ട് പേടിച്ച് മൈക്കിള് അവന്റെ ഒരു കളിപ്പാട്ടമുണ്ട് അതിങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോൾ അവന്റെ സഹോദരിയെ അടിച്ച് താഴെയിട്ട് ആ ഒരു സഹോദരി ഇപ്പോൾ മൈക്കിളിന്റെ അടുത്തേക്ക് വന്ന് അവനെ ഇങ്ങനെ വിളിക്കുന്നതും പെട്ടെന്ന് ആ ഒരു രൂപം അവളെ വലിച്ചെടുത്ത് അടുത്തുള്ള ഒരു മുറിക്കകത്തേക്ക് കൊണ്ടുപോവാണ്. അവളുടെ രണ്ട് കൈകളും തറയിലിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിലും അവളെ വലിച്ചതിനകത്തേക്ക് കൊണ്ടുപോയി ആ ഒരു പെണ്ണിനെ കൊല്ലുകയാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്കിൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ നിന്ന് ഓടി കിച്ചണിനടുത്തുള്ള ആ ഒരു കബോർഡിലേക്ക് വന്നിട്ട് അതിനടിയിൽ കയറി ഇങ്ങനെ ഒളിച്ചിരിക്കും. അങ്ങനെ പേടിച്ച് തന്റെ കളിപ്പാട്ടം കൊണ്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു രൂപം ഇപ്പൊ അവിടേക്കും വരുന്നു. മൈക്കിൾ അങ്ങനെ പേടിച്ചിരിക്കുന്നതും ഈ ഒരു രൂപം അടുത്തേക്ക് വന്ന് പെട്ടെന്ന് ആ ഒരു ഡോർ അങ്ങ് തുറക്കുന്നതും മൈക്കിൾ ആ ഒരു രൂപത്തെ കണ്ട് അലറി വിളിക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ കുട്ടി മൈക്കിളിനെയും അവിടെ വെച്ച് ആ ഒരു രൂപം കൊല്ലുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു ഇത് മെസ്സഞ്ചേഴ്സ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞ് ഇപ്പൊ ആ ഒരു സ്ഥലത്ത് കാണിക്കുമ്പോൾ ഒരു പുതിയ ഫാമിലി ഈ ഒരു വീട്ടിലേക്ക് വരികയാണ്. അതിലാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള റോയിയുടെ ഭാര്യ ഡെനീസ്. അതേപോലെ തന്നെ അവർക്ക് 2 മക്കളുണ്ട്. ഒന്ന് ജസ്സിനെ അറിയാലോ, നമ്മൾ ഇതിനു മുന്നേ കോൾഡ് ക്രീക്ക് മാനർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിനിമയില് അതിൽ അവരുടെ മകളായിട്ട് വന്നത് ഈ ഒരു പെൺകുട്ടി തന്നെയാണ്. ആക്ട്രസിന്റെ പേരെന്താണെന്ന് ഓർമ്മ വരുന്നില്ല. ഓക്കെ, അതൊക്കെ പോട്ടെ. അതേപോലെ തന്നെ ഒരു ചെറിയ ആളും, അയാളുടെ പേര് ബെൻ എന്നാണ്. അങ്ങനെ കുറെ ദൂരം യാത്ര ചെയ്തിട്ട് അവസാനം ഇവർ താമസിക്കാനുള്ള ആ ഒരു വീടുണ്ടല്ലോ, നമ്മൾ സ്റ്റാർട്ടിങ് സീനിൽ കണ്ട ആ ഒരു വീട്, അവിടേക്കാണ് ഇവർ 4 പേരും വരുന്നത്. അങ്ങനെ ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ നമ്മുടെ ജെസ്സി അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. കാരണം ആ ഒരു മലയുടെ താഴെയായിട്ട് ഇത്രയും വലിയൊരു വീട്, അതിൻ്റെ അടുത്തായിട്ട് ഒരു വലിയൊരു ഫാം, പിന്നെ കൃഷി ചെയ്യാനായിട്ട് മുന്നിലുള്ള ആ ഒരു സ്ഥലം, മൊത്തത്തിൽ ഒരു നല്ല രസമുണ്ട്. നമ്മൾ ഈ ഒരു സ്വപ്നത്തിലൊക്കെ കാണുമല്ലോ ഇതുപോലെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് താമസിക്കണോ എന്നുള്ള രീതിയിൽ. അതുപോലെ അങ്ങനെ ഇവർ ആ ഒരു വീടിന് മുന്നിലേക്ക് വന്ന് ഇറങ്ങുന്നതും ഇപ്പോൾ നമ്മുടെ ജെസ് നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ ആ ഒരു വീടിനകത്തേക്കാണ് കയറി പോകുന്നത്. റോയി ആണെങ്കിൽ ഡെനീസിന് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ജെസ് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഈ ഒരു വീട് മൊത്തത്തിൽ ക്ലീൻ ആയിട്ട് കിടക്കാണ്. കാരണം ഇവിടെ എന്തായാലും ഇവർ താമസിക്കാനായിട്ട് വരുന്നുണ്ടല്ലോ. അങ്ങനെ ജെസ് ഈ ഒരു വീടിൻ്റെ അകത്തുള്ള ഓരോ മുറികളും ഇങ്ങനെ നടന്ന് കാണുന്നു. അതുപോലെ ഇപ്പോൾ അവൾ നടന്നു പോകുന്ന ആ ഒരു മുറി, അതിനകത്തേക്കാണ് സ്റ്റാർട്ടിങ് സീനിൽ ആ ഒരു സ്ത്രീയെ വലിച്ചെടുത്തുകൊണ്ട് പോയി കൊന്നത്. അത് കഴിഞ്ഞിട്ട് അവൾ നേരെ മുകളിലത്തെ ആ ഒരു റൂമിലേക്ക് കയറി വരുന്നു. ഇപ്പൊ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഇതിന് മുന്നേ ഒരു മരണം നടന്ന വീടാണ്. പക്ഷെ ആ ഒരു കാര്യം ഇവർക്ക് അറിയത്തില്ല, കാണുന്നത് നമുക്കറിയാം എന്തായാലും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, അതാണിപ്പോൾ ആ ഒരു വീട്ടിൽ കാണിക്കുന്നത്. ഇടയ്ക്കൊരു കാക്ക പുറകിലത്തെ റൂമിലൂടെ പറന്നിങ്ങനെ പോകുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് അവള് ആ ഒരു റൂമിനടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു കാക്ക ജനാലയുടെ വെളിയിലിരിക്കുകയാണ്. അതുമല്ല ആ ഒരു ജനാലയിൽ ഈ ഒരു കാക്ക ആരോ വരച്ചു വെച്ചിരിക്കുന്നത് പോലെ. ഇവിടെ താഴെ കാണിക്കുമ്പോൾ നമ്മുടെ റോയി ഡെന്നീസിന് ഇവിടുത്തെ പൈപ്പിൽ വെള്ളമുണ്ടോ ഇല്ലേന്ന് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ ഒരു പുതിയ ജീവിതം ജീവിക്കാം. അതുമല്ല ജെസ്സിന് നല്ലൊരു മാറ്റമായിരിക്കും, എല്ലാം കൊണ്ടും നമുക്കൊരു നല്ല മാറ്റമായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ റോയി പെട്ടിയും ബാഗെല്ലാം എടുത്ത് മുകളിലേക്ക് വന്നിട്ട് ജെസ്സിനോട് പറയുന്നത് ജെസ് വണ്ടിയിലിരിക്കുന്ന ബാക്കി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വാ എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ജെസ് ആയാലും താഴേക്ക് ചെന്നിട്ട് സാധനങ്ങളൊക്കെ മുകളിലേക്ക് കൊണ്ടുവന്ന ആ ഒരു പെട്ടി ഉണ്ടല്ലോ അതിലിങ്ങനെ തുറക്കാണ്. അങ്ങനെ തുറക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു കിച്ചൺ ഭാഗത്താണ് ഇവർ നിൽക്കുന്നത്. അവിടെ നമ്മുടെ മൈക്കിൾ എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പയ്യൻ ഒളിച്ചിരുന്ന ആ ഒരു റൂമുണ്ടല്ലോ, അവിടെ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ അതിങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ആ ഒരു ചെറിയ പയ്യന്റെ കളിപ്പാട്ടം ഇപ്പോഴും ഇരിപ്പുണ്ട്.
ഇത് കാണുമ്പോൾ നമ്മുടെ ജെസ് ആ ഒരു കളിപ്പാട്ടം ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവളെ കൊണ്ട് എത്തുന്നില്ല. ഷെടാ ഇതെന്താ അടുത്തേക്ക് വരാത്തേന്നും പറഞ്ഞ് അവൾ ഒരു തവണ കൂടി കൈ ഉള്ളിലേക്ക് ഇട്ട് അതിങ്ങനെ എത്തിപ്പിടിക്കാണ്ട് വരുമ്പോൾ ഇത് പെട്ടെന്ന് മുന്നിലേക്ക് വരും. അവൾ ചെറിയ രീതിയിലൊന്ന് പേടിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ പ്രവർത്തിക്കുകയാണ്. അതിൽ ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കളിപ്പാട്ടം അവളെ എടുത്ത് കുറച്ചു നേരം അതങ്ങനെ നോക്കിയിട്ട് നേരെ മുകളിലേക്ക് എടുത്തു വയ്ക്കും. അതേസമയം ഇവിടെ നമ്മുടെ റോയ്ക്കും ഡെനീസിനും ഈ ഒരു വീട് എന്തായാലും നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അതുപോലെ അപ്പോഴും അവൻ പറയുന്നുണ്ട് ജെസ്സിന് എന്തായാലും ഇത് ഇഷ്ടപ്പെടും, എല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം അതായിരിക്കും നമുക്ക് വേണ്ടത് എന്നെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കും ജെസ്സിന്റെ റൂമിലേക്ക് വന്ന് നിനക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടോ, എന്തായാലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ലതുപോലെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ജീവിക്കാൻ തുടങ്ങാം എന്നെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ റോയി ഇപ്പോൾ ഈ ഒരു വീടിന് വെളിയിൽ ഒരു വലിയ ഫാം ഉണ്ടല്ലോ, അവിടെ ഒരു വലിയ ട്രാക്ടർ കിടപ്പുണ്ട്. അത് വർക്കാവോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി അത് വെളിയിലേക്ക് കൊണ്ടുവന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് വർക്കാവുന്നുണ്ട്, ഇവരുടെ കൃഷിക്ക് എന്തായാലും ഉപയോഗപ്പെടും. അങ്ങനെ ആ ഒരു ട്രാക്ടർ അവിടെ നിന്ന് ഓടിച്ച് നേരെ അടുത്തുള്ള ആ ഒരു ഷെഡിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അടുത്തുള്ള ആ ഒരു ടൂളിലൂടെ എന്തോ ഒരു കാറ്റ് നീങ്ങിപ്പോകുന്നു. അതെന്തായാലും സാധാരണ ഒരു കാറ്റല്ലാതെ നമുക്കറിയാം, കാരണം ആ ഒരു രീതിയിലാണ് ഈ ഒരു കാറ്റ് ഇങ്ങനെ പോകുന്നത്. ഇനി വല്ല ആത്മാക്കളുടെ സാന്നിധ്യമാണോ അറിയത്തില്ല. അങ്ങനെ അവിടെയുള്ള ആ ഒരു ആയുധങ്ങളെല്ലാം ഇങ്ങനെ ആടുമ്പോഴത്തേക്കും റോയ് പെട്ടെന്ന് അതിങ്ങനെ തടഞ്ഞു വെക്കും. എന്നിട്ട് വീണ്ടും ഇത് നോക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് പുറകിൽ ഒരാൾ ഇങ്ങനെ വന്നു നിൽക്കുന്നു, ഒരു വയസ്സായുള്ള ഒരാള്. റോയ് ചോദിക്കും അല്ല എന്ത് പറ്റി ആരാന്ന് ചോദിക്കുമ്പോൾ നിങ്ങളോട് എന്ത് കൃഷിയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് അയാൾ ചോദിക്കും. അപ്പോൾ റോയ് പറയും സൂര്യകാന്തി കൃഷിയാണ്, എന്റെ അച്ഛനും അതാണ് ചെയ്തിരുന്നത്. അല്ല എന്ത് പറ്റി നിങ്ങളിപ്പോൾ ഇത് ചോദിക്കാനായിട്ട്? വേറൊന്നുമല്ല, മറ്റൊരു പാർട്ടിക്ക് ഒരു സ്ഥലം വാങ്ങിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ആ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ബാങ്കിൽ നിന്ന് വന്നതാണ്. പിന്നെ ഈ ഒരു സ്ഥലത്തിന്റെ പണവും അതേപോലെ തന്നെ അതിന്റെ കൂടെ ഒരു 15% കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. ഇത് വിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റോയ് പറയും സോറി, ഞാൻ എന്തായാലും ഇവിടെ കൃഷി തുടങ്ങാൻ പോവാണ്, എനിക്ക് ഇത് വിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അയാളെ പറഞ്ഞു വിടും. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ മുകളിൽ കാണിക്കുമ്പോൾ ഡെന്നീസ് റൂമിൽ നിന്നിട്ട് ബെന്നി അടുത്തുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു കട്ടിലെ തുണിയെല്ലാം ഇങ്ങനെ വിരിച്ചിടാണ്. അപ്പോൾ ഡെന്നീസ് ബെന്നിയെ നോക്കിയിട്ട് ഹായ് ബെന്നി ഇത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു തുണിയെടുത്ത് ഇങ്ങനെ പൊക്കുന്നതും അതിനടിയിൽ 2 കാലുകൾ ഇതുപോലെ നിൽക്കുന്നു. ഈ ഒരു കാര്യം നമ്മുടെ ബെന്നി മാത്രമേ കാണുന്നുള്ളൂ. അതുമല്ല ബെന്നി ഇത്രയും ചെറിയൊരു കുട്ടിയാണെങ്കിലും അവന് സംസാരിക്കാൻ കഴിയത്തില്ല. അതിനൊരു കാരണമുണ്ട്, അതെന്താണെന്ന് ഞാൻ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പറഞ്ഞുതരാം. കാരണം ബെൻ സംസാരിക്കാത്തതും പിന്നെ നമ്മുടെ ജെസ്സും തമ്മിലൊരു ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടി ബെന്നിന് മാത്രമേ ഈ ഒരു കാര്യം കാണാനായിട്ട് കഴിയുന്നുള്ളൂ. അങ്ങനെ തുണിയും വിരിച്ചിട്ട് നമ്മുടെ ബെന്നിനെ എടുക്കുമ്പോൾ ഡെന്നീസ് അവിടെ ഒരു കാര്യം കാണുന്നുണ്ട്, ഈ ഒരു ചുമരിൽ എന്തോ പറ്റിയിരിക്കുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ആദ്യം ഈ ഒരു വീട്ടിലെ മൈക്കിളിന്റെ അമ്മ ആ ഒരു ഭിത്തിയിലേക്ക് ഇടിച്ച് കൊല്ലുമല്ലോ, അതിന്റെ പാടാണത്. അപ്പൊ ഇത് നമ്മുടെ ഡെന്നീസിനെ അറിയാത്തത് കൊണ്ട് തന്നെ ബെന്നിനെ അവിടെ ഇരുത്തിയിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ വൃത്തിയാക്കി തിരിഞ്ഞു നോക്കുമ്പോൾ ബെൻ ഇപ്പൊ ഈ ഒരു ചുമരിന് മുകളിലേക്ക് ആ ഒരു സീലിംഗ് ഉണ്ടല്ലോ അവിടേക്ക് തന്നെ നോക്കുന്നുണ്ട്. പക്ഷെ അവള് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ ഒരു വീടിന്റെ പല ഭാഗങ്ങളാണ്, അതും പ്രത്യേക ആംഗിളുകളിൽ. അപ്പൊ എന്തോ ഒരു കാര്യം ഇവിടെ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ അന്ന് രാത്രി കാണിക്കുമ്പോൾ റോയി അവന്റെ മുറിയിലേക്ക് കിടക്കാനായിട്ട് പോകുന്ന സമയത്താണ് ബെന്നിന്റെ മുറിയിൽ എന്തോ ശബ്ദം ഇതുപോലെ. വേറെ ഒന്നല്ല, ബെന്നിപ്പോ ആരോടോ കളിക്കുന്നത് പോലെ. അപ്പൊ ഇതെന്താണെന്നറിയാൻ വേണ്ടി റോയി പതിയെ നടന്ന ആ ഒരു മുറിക്ക് അടുത്തേക്ക് ചെല്ലുമ്പോൾ ബെൻ അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് ഓടുന്നു. റൂം തുറന്നകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ബെൻ മുകളിലേക്ക് നോക്കിയാണ് ഓടുന്നത്. അപ്പോൾ റോയി അടുത്തേക്ക് ചെന്നിട്ട് ഹേയ് ബെൻ, നീ ഉറങ്ങിയെന്നാ ഞാൻ വിചാരിച്ചേ, നീ എന്താ ചെയ്യുന്നേ എന്നും പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ അവൻ മുകളിലേക്ക് തന്നെ നോക്കുന്നുണ്ട്. പക്ഷെ റോയിക്ക് അവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ എന്താണെന്നറിയാതെ നമ്മുടെ റോയി എന്താ ചെയ്യുന്ന വെച്ചാൽ ബെന്നിനെ പൊക്കിയെടുത്ത് വീണ്ടും അവനെ കിടക്കയിലേക്ക് വെച്ച് കിടത്തിയിട്ട് ആ ഡോർ അടച്ച് പോകുന്നതും കാണിക്കുമ്പോൾ ഇതുപോലെ 2 കാലുകൾ സീലിംഗിൽ നിന്ന് താഴേക്കിറങ്ങി വരുന്നു. പക്ഷെ അതൊരിക്കലും റോയി കാണുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയാണ് കണ്ണു തുറക്കുന്നത്. പക്ഷെ ഡെന്നീസ് കണ്ണു തുറന്ന് അവളുടെ റൂമിൽ നോക്കുമ്പോൾ അവൾ വൃത്തിയാക്കിയ ഒരു ചുമരില് അതേ പാട് വീണ്ടും കാണുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഡെന്നീസും ബെന്നും കിച്ചണിലിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ജെസ് ഈ ഒരു കാറിന്റെ കീ എടുക്കാനായിട്ട് വരുന്നത്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും ഡെന്നീസ് പെടുന്നു, ഹേയ് നീ എന്താ ചെയ്യാൻ പോന്നെ? ഇല്ല, ഞാനും ഡാഡിയും വെളിയിലേക്ക് പോകാൻ പോകുന്നു, നീയാണോ കാർ ഓടിക്കുന്നത്? നീ കാർ ഓടിക്കേണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഡെന്നീസ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നെന്ന് വെച്ചാൽ അത് ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ പറയത്തേ ഉള്ളൂ. അപ്പൊ ജെസ് പെട്ടെന്ന് വല്ലാണ്ടാകുമ്പോഴത്തേക്കും റോയി അകത്തേക്ക് കയറി വന്നിട്ട് എന്ത് പറ്റി? ഇല്ല, അവളാണോ കാർ ഓടിക്കുന്നത്? അല്ലല്ല, കീ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കീ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ജെസ്സിനെ വെളിയിലേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് ഡെന്നീസിന്റെ അടുത്തേക്ക് വന്ന് പറയാണ്, ഹേയ് കുഴപ്പമൊന്നുമില്ല ഞാനല്ലേ എന്ന് പറഞ്ഞ് അവളോട് കുറച്ച് നേരം സംസാരിച്ച് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നേരെ ടൗണിലേക്കാണ് പോകുന്നത്. അതുപോലെ ഇതൊരു ചെറിയ ഗ്രാമമാണ്, അപ്പൊ അത്യാവശ്യം ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടേക്ക് വന്നിട്ട് ഒരു ഷോപ്പിനകത്തേക്ക് വരുമ്പോൾ റോയി ഈ സാധനങ്ങളൊക്കെ വാങ്ങിയായിട്ട് പോകുന്നു. ജെസ് ആണെങ്കിലോ ആ ഒരു ഷോപ്പെല്ലാം ചുറ്റി നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഭാഗത്ത് മാത്രം ഒരുപാട് പേരുടെ ന്യൂസ് പേപ്പർ കട്ടിംഗ് എല്ലാം വെച്ചിട്ടുണ്ട്. അതിലുള്ള 1-2 ഫോട്ടോസ് എല്ലാം അവൾ കണ്ടിട്ട് ഈ അകത്ത് നിൽക്കാൻ കഴിയാതെ അവൾ പെട്ടെന്ന് റോയിയുടെ അടുത്തേക്ക് വന്നിട്ട് അച്ഛാ ഞാനൊന്ന് വെളിയിൽ പോയിട്ട് കറങ്ങിട്ട് വരട്ടെ, സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. ഓക്കെ പോയിക്കോ, പക്ഷേ അധിക ദൂരം ഒന്നും പോകരുത് എന്ന് പറഞ്ഞ് നമ്മുടെ ജെസ് നേരെ വെളിയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് കണ്ട് അവസാനം അങ്ങനെ അവിടെ നിന്ന് നടന്ന് അവൾ കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു ബാസ്കറ്റ് ബോൾ കളിക്കുന്ന കുറച്ച് പയ്യന്മാരവിടെ ഉണ്ട്. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് അവിടെ ഉള്ളവരുമായിട്ട് പരിചയപ്പെടാനായിട്ട് അവൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ബോബി എന്ന് പറഞ്ഞൊരു പയ്യനെ അവൾ പരിചയപ്പെടുന്നു.
അങ്ങനെ ഇവർ രണ്ടുപേരും പരിചയപ്പെട്ട് ഇപ്പൊ ബോബി പറയും നിങ്ങൾ ഇവിടെ പുതുതായിട്ട് താമസിച്ചു വന്നല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? അതൊരു ചെറിയ ടൗൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവും എന്ന് പറഞ്ഞ് ഇവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതേ സമയമാണ് ഇവിടെ വീട്ടില് നമ്മുടെ ഡെന്നീസും ബെന്നും ഇപ്പോഴും കിച്ചണിലിരിക്കുകയാണല്ലോ. ബെന്നിനാണെങ്കിൽ കഴിക്കാനായിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അവനതിങ്ങനെ കരണ്ടി കൊണ്ട് കോരി കഴിക്കുന്ന സമയത്ത് ആ ഒരു സ്പൂൺ ഉണ്ടല്ലോ, അതിലെ റിഫ്ലക്ഷനില് അവന്റെ പുറകില് എന്തോ ഒരു രൂപത്തെ അവൻ കാണുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട ബെൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ അതിനെ കാണുന്നില്ല. അപ്പൊ നമ്മുടെ കുട്ടി ബെൻ വീണ്ടും ആ ഒരു സ്പൂൺ എടുത്ത് കയ്യിലേക്ക് വെച്ചിട്ട് അതിന്റെ റിഫ്ലക്ഷൻ വഴി ഇങ്ങനെ നോക്കുമ്പോ ആ ഒരു രൂപം ഈ ഒരു സീലിംഗ് വഴി അവന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു. ഇതുകൂടി കണ്ട് ബെൻ പേടിക്കുന്നില്ല. പക്ഷെ ആ ഒരു രൂപത്തെ അവൻ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇപ്പൊ ആ ഒരു രൂപത്തിന്റെ പിറകെ തന്നെ അവൻ നടന്നു പോകുന്നു. അതാണെങ്കിൽ ഈ ഒരു സീലിംഗ് വഴി ഇങ്ങനെ പോകുന്നതും ഒരു വല്ലാത്ത സീനാണിത്. അങ്ങനെ കുറച്ചു ദൂരം ആ ഒരു രൂപത്തോടൊപ്പം തന്നെ ഇങ്ങനെ നടന്ന് ആ ഒരു രൂപം പെട്ടെന്ന് അടുത്തുള്ള റൂമിനകത്തേക്ക് കയറിപ്പോവും. അപ്പോൾ ബെൻ അവിടെ നേരെ നിൽക്കാണ് ഈ ഒരു റൂമിനകത്തേക്ക് കയറാൻ വേണ്ടി. അപ്പൊ ഈ ഒരു റൂം ഏതാണെന്നറിയോ? സ്റ്റാർട്ടിംഗ് സീനിൽ ആ ഒരു സ്ത്രീയെ വലിച്ചെടുത്തോണ്ട് പോയല്ലോ, അതേ റൂമാണ്. ഈ ഒരു റൂമിനകത്ത് ഇപ്പോഴും എന്താണെന്ന് ഈ ഒരു വീട്ടുകാർക്കോ നമുക്കോ അറിയത്തില്ല. അങ്ങനെ ബെൻ അവിടേക്ക് വന്ന് നിൽക്കുമ്പോൾ അതിന്റെ ആ ഒരു ലോക്ക് ഹോള് വഴി ആ ഒരു പ്രേതം ബെന്നിനകത്തേക്ക് വിളിക്കുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ഡോർ പതിയെ തുറക്കുന്നതും ബെൻ അതിൽ പിടിച്ചിട്ട് തുറക്കാൻ ശ്രമിക്കുമ്പോൾ അത് തുറക്കാൻ കഴിയുന്നില്ല. പക്ഷെ അതിനു മുന്നേ ഈ ഒരു ഡോർ തുറക്കുമെന്നുള്ള അവസ്ഥയാകുമ്പോഴത്തേക്കും നമ്മുടെ ഡെന്നീസ് പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് ബെന്നിനെ അങ്ങ് എടുത്തോണ്ട് പോവാണ്. നീ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കുട്ടി ബെന്നിനെ പൊക്കിയെടുത്തുന്നങ്ങ് പോവും. അങ്ങനെ ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ ജസ്സും ബോബിയും രണ്ടുപേരും നല്ലതുപോലെ പരിചയപ്പെട്ട് കുറെ നേരം അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ബോബി പറയുന്നുണ്ട്, അല്ല നിനക്ക് സമയം വെറുതെ പോകുന്നെന്ന് തോന്നുന്നെങ്കിൽ എന്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ്, നമുക്ക് എന്തായാലും വെളിയിലേക്ക് പോകാന്നെല്ലാം പറഞ്ഞ് സംസാരിക്കുമ്പോൾ റോയ് പെട്ടെന്ന് അവിടേക്ക് വന്ന് കാർ ഇങ്ങനെ ഹോൺ അടിക്കുമ്പോൾ ജസ് പറയും ശരി നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവൾ നേരെ കാറിനകത്തേക്ക് കയറാം. അപ്പോൾ ഇവര് രണ്ടുപേരും തിരിച്ചു വരുമ്പോഴത്തേക്കും റോയ് ജസ്സിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ആ പയ്യന്റെ പേരെന്താ, നിങ്ങൾ നല്ലതുപോലെ പരിചയപ്പെട്ടു, അവന്റെ ഫോൺ നമ്പർ വാങ്ങിയെന്നല്ലേ ചോദിക്കുമ്പോൾ ഹേയ് ഇല്ല അച്ഛാ അതൊന്നും ചെയ്തില്ല എന്ന് പറയുന്നതും ഇല്ലേ ശരി നമുക്ക് തിരിച്ചു പോയിട്ട് ഫോൺ നമ്പർ വാങ്ങിക്കണോ? ഹേയ് വേണ്ടെന്നെല്ലാം പറഞ്ഞ് ഇവര് ഈ ഒരു സൂര്യകാന്തി വിത്തുണ്ടല്ലോ അത് വാങ്ങിയിട്ടാണ് തിരിച്ചു വരുന്നത്. അതാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റിന് പുറകിലായിട്ട് ഇരിക്കുന്നത്. അതുപോലെ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ റോയ് ജസ്സിനോട് പറയുന്നുണ്ട്, അല്ല വീട്ടിലേക്ക് ചെന്നിട്ട് എന്തായാലും നീ അമ്മയോടൊന്ന് സംസാരിക്കാൻ നോക്ക്, ഇതൊരു പുതിയ തുടക്കമല്ലേ എന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ജസ് നേരെ റൂമിനകത്തേക്ക് വന്നിട്ട് നമ്മുടെ ഡെന്നീസിനെ അവളുടെ അമ്മയെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നത് ചോദിക്കുമ്പോഴത്തേക്കും ഡെന്നീസ് പറയും, മോളെ ഞാൻ രാവിലെ നിന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് സോറി, ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാണ്. ഏയ് അതൊന്നും കുഴപ്പമില്ല, ഇപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും സഹായം വേണോ? ഈ വീടിനകത്ത് കുറച്ച് പഴയ ബോക്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് താഴത്തെ മുറിയിൽ കൊണ്ടുവയ്ക്കൂ എന്നിങ്ങനെ പറയുമ്പോൾ ജസ് പറയും ഓക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ ആ ഒരു ബോക്സിൽ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഇവിടെ റോയിയെ കാണിക്കുമ്പോൾ റോയി ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ നിന്ന് വിത്തെല്ലാം അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. ആ ഒരു സമയത്താണ് വീണ്ടും ആ ഒരു ബാങ്കിൽ നിന്ന് വന്ന അയാള് റോയിയോട് ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ റോയി പറയും, പ്ലീസ് ഞങ്ങൾ എന്തായാലും ഇവിടെ താമസിച്ച് തുടങ്ങി, ഞാൻ ഇവിടെ കൃഷി ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് എനിക്ക് എന്തായാലും താല്പര്യമില്ല എന്ന് പറയുന്നതും അയാൾ അവിടെ നിന്നങ്ങ് പോവും. അങ്ങനെ ഒരു ബാഗ് എടുത്ത് റോയി നേരെ അവിടേക്ക് പോയിട്ട് ഇവിടെ മുകളിൽ കാണിക്കുമ്പോൾ നമ്മുടെ ജസ് ആ ഒരു ബോക്സ് കൊണ്ട് ഇറങ്ങി വരുന്നത് ആ ഒരു ബേസ്മെന്റ് ഉണ്ടല്ലോ ഇതുവരെ ആര് തുറക്കാത്ത അതിനകത്തേക്കാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ആ ഒരു ബേസ്മെന്റിൽ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്, കുറച്ച് പഴക്കം ഉണ്ടെന്നേ ഉള്ളൂ. സാധാരണ നമ്മൾ ഈ ഒരു സിനിമകളെല്ലാം കാണുമ്പോഴത്തേക്കും അതിനകത്ത് ചിലന്തി വലയെല്ലാം പിടിച്ച് പൊടിയെല്ലാം പിടിച്ചിട്ടൊരു വൃത്തിയില്ലാത്ത സ്ഥലം പോലെയല്ലേ. പക്ഷെ ഈ ഒരു സിനിമയിൽ എന്തായാലും ഈ ഒരു വീടിന് പുറമേ വല്ല വൃത്തിയില്ലെങ്കിലും അകത്ത് നല്ല വൃത്തിയുണ്ട്. അങ്ങനെ അവൾ അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നു. ഇവിടെ റോയി ഒരു ചാക്ക് വിത്ത് കൊണ്ട് വെച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അവന്റെ കാറിനുള്ളിൽ ഒരുപാട് കാക്കകൾ കയറിയിരിക്കും. എന്നിട്ട് ഈ ഒരു ബാഗ് എല്ലാം കൊത്തി തുറന്ന് ആ ഒരു വിത്തുകളെല്ലാം എടുത്തിങ്ങനെ നശിപ്പിക്കുകയാണ്, അത് തിന്നുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് റോയി അടുത്തേക്ക് ചെന്ന് അതിനെ ഓടിച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം അവനെ പേടിപ്പിക്കുന്ന രീതിയിൽ അതിനകത്ത് നിൽക്കുന്നു. റോയിക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെ ദേഷ്യം വന്നിട്ട് കുറച്ച് ദൂരേക്ക് മാറി നിന്ന് കുറച്ച് കല്ലെടുത്ത് ഇതിനകത്തേക്ക് നല്ലതുപോലെ ഇങ്ങനെ എറിയും. അപ്പോഴാണ് ഈ ഒരു കാക്കകളെല്ലാം അവിടെ നിന്ന് പറന്നു പോകുന്നത്. അങ്ങനെ അതും കണ്ട് അവൻ അവിടെ നിൽക്കുന്നതും ഇവിടെ ഈ ഒരു ബേസ്മെന്റിൽ കാണിക്കുമ്പോൾ നമ്മുടെ ജസ് ഉണ്ടല്ലോ അവിടെ ഈ ഒരു റൂമിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ഇതിന് വെളിയിലേക്ക് വരാനായിട്ട് മറ്റൊരു വഴിയുണ്ട്. അതെന്ന് വെച്ചാൽ ഈ ഒരു വീടിന്റെ പുറകിലൂടെയുള്ള വഴിയാണ്. അതിന്റെ ഡോറെല്ലാം ഇങ്ങനെ തുറന്നു നോക്കി ഓക്കെ ഈ ഒരു വഴിയും കണ്ടുപിടിച്ചിട്ട് അവളിപ്പോ അകത്തേക്ക് കയറി വരുമ്പോൾ അതിനകത്ത് എന്തോ ഒരു ലോക്കറ്റ് കിടക്കുന്ന ഒരു വലുത്, അതെടുത്ത് തുറന്നു നോക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവളെ കൊണ്ട് കഴിയത്തില്ല. അങ്ങനെ അതും പിടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അടുത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കും. ഇവള് പതിയെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അതൊരു ചത്ത കാക്കയാണ്. എന്തായാലും അതിന് അനക്കമില്ല, ഇനിയിപ്പോ ചത്തോ ഇല്ലെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ അവള് ചെറിയൊരു വടിയെടുത്ത് ഇതിനെ കുത്താനായിട്ട് ഇങ്ങനെ വരും. അങ്ങനെ കുത്താനായിട്ട് വന്ന് ഈ കാക്കേനെ ഇങ്ങനെ കുത്തുന്നതും ദേ ഇതുപോലെ ഞാൻ പേടിച്ചതുപോലെ എങ്കിലും പേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവൾ തുറന്നു വെച്ച ആ ഒരു ഡോർ ഉണ്ടല്ലോ അതുവഴി വെളിയിലേക്ക് പറന്നങ്ങ് പോവാണ്. അതേസമയം ഇവിടെ വെളിയിലെ നമ്മുടെ റോയി ഈ ഒരു വിത്ത് കൊണ്ടുവച്ചിട്ട് വീണ്ടും കാറിനടുത്ത് ഈ വരുമ്പോൾ അതിന് മുകളിൽ ഈ ഒരു കാക്കകൾ വന്നിരിക്കുന്നു. ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അതിനെ ഓടിച്ചു വിടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അത് പോകുന്നില്ല. ഇപ്പൊ ആ ഒരു കാക്കകളെല്ലാം കൂടി പറന്നു വന്ന് നമ്മുടെ റോയിയെ കൊത്താൻ തുടങ്ങും. അവനിങ്ങനെ കൊത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു വെടി വെക്കുന്നൊരു ശബ്ദം. ഈ ഒരു കാക്കകളെല്ലാം പെട്ടെന്ന് പറന്നു പോകുന്നുണ്ട്. എന്താണെന്ന് നോക്കുമ്പോൾ അവിടെ വേറൊരാള് റോയ് നേരെ അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവന്റെ പേര് പറയുന്നത് ജോൺ ബാർവെൽ. അല്ല നിങ്ങളിവിടെ എന്താ ചെയ്യുന്നേ? ഞാനിവിടെ പട്ടണത്തിലേക്ക് പോവായിരുന്നു. എന്തിനി? ഒരു ജോലി അന്വേഷിച്ച്. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സഹായം വേണോ എന്ന് റോയിയോട് ചോദിക്കുമ്പോൾ
റോയി പറയും നിങ്ങൾ എന്തൊക്കെ ജോലി ചെയ്യും, എന്ത് ജോലി വേണമെങ്കിലും ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ശബ്ദം കേട്ടിട്ട് നമ്മുടെ ഡെനീസും ജെസ്സും വെളിയിലേക്ക് വന്നാലേ എന്താ ഈ ഒരു ശബ്ദം? ഒന്നുമില്ല, ഇത് ജോൺ ആണ്. ഇനി എന്തായാലും നമ്മളെ സഹായിക്കാനായിട്ട് അവൻ ഇവിടെ ഉണ്ടാവും. നമുക്ക് അടുത്തുള്ള ആ ഒരു ഷെഡിൽ അവന് താമസിക്കാൻ സ്ഥലം കൊടുക്കാം. ഓക്കെ അല്ലേ ജോൺ എന്ന് ചോദിക്കുമ്പോൾ അതെ ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞ് ഇവർ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഫുഡും വെച്ചിട്ടുണ്ട്. അതിന് അവനെ ക്ഷണിച്ചിട്ട് ഇപ്പോൾ ഫുഡെല്ലാം ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബെൻ ഉണ്ടല്ലോ ജോണിന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് ഈ ഒരു ഗ്ലാസ് എടുത്ത് ഇങ്ങനെ താഴേക്കിടും. അപ്പോൾ ജോൺ അതെടുത്ത് അവന്റെ അടുത്തേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ബെൻ വീണ്ടും വീണ്ടും അത് തട്ടി ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും അതെടുത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ റോയി ചോദിക്കുന്നത്, അല്ല ജോൺ നിനക്ക് ഫാമിലി ഒന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഫാമിലി അങ്ങനെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ചുറ്റി നടക്കും, ജോലി എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്ന് താമസിച്ച് അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് ഇതാണ് ഞാൻ ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും നമ്മുടെ ജോണും റോയും കൂടി ചേർന്ന് ആ ഒരു സ്ഥലം മുഴുവനായിട്ട് കൃഷി തുടങ്ങാണ്. വിത്തുകളെല്ലാം ഇട്ട് അത് കഴിഞ്ഞ് വിത്തുകൾ പതിയെ മുളയ്ക്കുന്നു. ഇതിനിടയിൽ കാക്കകൾ ഓടിക്കുന്നതും ഓരോ സഹായങ്ങൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ ജോൺ. ഇങ്ങനെ ഒരുപാട് മാസങ്ങൾ, ഒരു 6-7 മാസം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സൂര്യകാന്തി എല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു 3 കാക്കകളുണ്ട്. അത് മാത്രം ഈ ഒരു സ്ഥലം വിട്ട് പോകുന്നില്ല. ഈ ഒരു സ്ഥലത്തിന് ചുറ്റുപാടി ഇങ്ങനെ നടക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ റോയി ഇപ്പോൾ പെട്ടെന്ന് വീടിനകത്തേക്ക് വന്നിട്ട് എന്തോ ഒരു കാര്യം അന്വേഷിക്കുന്നു. ഡെന്നീസ് വന്ന് ഹേയ് ജോൺ എന്തു പറ്റി എന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. അല്ല ഇതെങ്ങനെ? അല്ല വെളിയിൽ വെച്ചിട്ട് ചെറുതായിട്ട് മുറിഞ്ഞു. നല്ല മുറിവുണ്ട്, എന്തായാലും നമുക്ക് ഡോക്ടറിന്റെ അടുത്തേക്ക് പോവാം എന്ന് പറയുമ്പോൾ ജസ്റ്റ് അകത്തേക്ക് കയറി വരും. അപ്പോഴേക്കും ഡെന്നീസ് ചോദിക്കും, അല്ല ഇവളെയും കൊണ്ടാണോ പോകുന്നത്? എന്തു പറ്റി? എനിക്കിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ കഴിയത്തില്ല. ജസ്സിനെ ഓടിക്കാൻ അറിയാലോ. ഇല്ലില്ല, ജസ് എന്തായാലും വരണ്ട, ജോണിനെയും കൊണ്ട് പോകാൻ പറയുമ്പോൾ റോയി പറയും, ശരി അങ്ങനെയാണെങ്കിൽ നീ എന്നോടൊപ്പം വാ. അപ്പോൾ ബെന്നിനെ എന്തായാലും ജസ് നോക്കിക്കോളും, അവൾ ഇവിടെ ഉണ്ടല്ലോ എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഡെന്നീസിന് ജസ്സിനെ ഇവിടെ നിർത്തിയിട്ട് പോകാനായിട്ട് വലിയ താല്പര്യമില്ല. എന്നിരുന്നാലും റോയി പറയും, ഇല്ല ജോൺ എന്തായാലും വെളിയിലുണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൻ വന്നോളൂന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് പോവാണ്. അങ്ങനെ പോകുന്നതും ഇപ്പോൾ ജസ് നേരെ വെളിയിലേക്ക് വന്ന് ബെന്നിനെ പിടിച്ച് നിൽക്കുമ്പോൾ ജോൺ അവിടേക്ക് വന്നിട്ട് അല്ല എന്തു പറ്റി? ഇല്ല അവർ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് എന്ന് പറയുന്നത് ജോൺ പെട്ടെന്ന് ബെന്നിനെ തൊട്ടിട്ട് ഹേയ് ബെൻ എന്താ ചെയ്യുന്നതെന്നെല്ലാം ചോദിച്ച് കളിപ്പിച്ച് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ജോൺ നേരെ വെളിയിലേക്ക് പോവാണ്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അവൻ എന്തായാലും ഇവരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ലൊരാളാണ്, കാരണം ഇതുവരെയും അവന്റെ ഭാഗത്ത് നിന്ന് ഒരു മോശമായിട്ടുള്ള രീതിയിലൊന്നും വന്നിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ജെസ് ഇപ്പോൾ ബെന്നിനെ കൊണ്ട് കിച്ചണിൽ നിന്നിട്ട് അവളെ ഓരോ കാര്യങ്ങൾ കുക്ക് ചെയ്യുന്നു. ബെന്നാണെങ്കിൽ അവിടെ ഇരുന്ന് കളിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇവരുടെ വീടിന് മുകളിലായിട്ട് എന്തോ ഒരു ശബ്ദം. ഇത് കേൾക്കുമ്പോഴത്തേക്കും ജെസ് പെട്ടെന്ന് ഹേയ് ബെൻ ഇത് നീ കേട്ടില്ലേ? എന്തായാലും നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവള് നേരെ ആ ഒരു റൂമിന് മുകളിലേക്ക് കയറാൻ വേണ്ടി ഒരു പടിയുടെ അടുത്തേക്ക് വന്നിട്ട് ഹേയ് ജോൺ നീ അകത്തേക്ക് കയറിയോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്നാണ് ആ ഒരു പടിക്കെട്ടിലേക്ക് കൈവരി അത് പെട്ടെന്ന് പിഴുതിങ്ങനെ വീഴുന്നത് പോലെ അവൾ പേടിച്ചു പോകും. എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ട കാര്യമുണ്ടല്ലോ, ഈ ഒരു ഫാമിലിയിലുള്ള ഒരുപാട് പേരെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത് പോലെ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു വീട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനങ്ങളെല്ലാം മറിഞ്ഞു വീഴുന്നു, അതേപോലെ തന്നെ കാറ്റ് ലൈറ്റ് എല്ലാം അളയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം കണ്ട് പേടിച്ച് ജസ് ഓടി ബെന്നിന്റെ അടുത്തേക്ക് വരും. നോക്കുമ്പോൾ ബെൻ അവിടെ തന്നെയുണ്ട്. അങ്ങനെ അവനെയും പിടിച്ചു വെച്ചിട്ട് അവൾ ഓടി വന്ന് ഈ ഒരു ഫോൺ എടുത്ത് റോയിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അച്ഛയുടെ ഒരു കുഴപ്പമുണ്ട്, പെട്ടെന്ന് നിങ്ങൾ ഇവിടേക്ക് വരാൻ പറയുമ്പോൾ അവർ പറയും ഓക്കെ പെട്ടെന്ന് തന്നെ വരാമെന്നും പറഞ്ഞ് ഫോൺ അങ്ങനെ കട്ട് ചെയ്തിട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ബെന്നിനെ അവിടെ കാണുന്നില്ല. എന്താണെന്ന് കാണിക്കുമ്പോൾ ബെന്നിപ്പോ ആ ഒരു ചെറിയ കളിപ്പാടുണ്ടല്ലോ അത് അവിടെ നിന്ന് ഉരുണ്ട് അടുത്തൊരു മുറിയിലേക്ക് ഇങ്ങനെ പോവാണ്, അതും ആ ഒരു ബേസ്മെന്റിലേക്ക്. ഇവിടേക്ക് തന്നെ നമ്മുടെ ബെന്നും നടന്നിങ്ങനെ പോകുന്നുണ്ട്. ഹേ ബെൻ നീ എന്താ ചെയ്യുന്നേ? അവിടേക്ക് പോരുത്, ഇവിടേക്ക് വാന്ന് പറഞ്ഞിട്ട് ജസ് ആണെങ്കിൽ അവന്റെ പുറകെ തന്നെ ഓടിച്ചെല്ലും. അങ്ങനെ ബെൻ നടന്ന് അവസാനം ആ ഒരു ബേസ്മെന്റിന്റെ മുറിയിലേക്ക് ഇറങ്ങി പോകുന്നതും ജസ് ഓടി വന്ന് അവിടേക്ക് വന്നിരിക്കുമ്പോൾ അവിടെ ഇപ്പൊ അവനെ കാണുന്നില്ല. ഇപ്പൊ പുറകിലേക്ക് നോക്കുമ്പോൾ അവളുടെ പിറകിലായിട്ട് ബെൻ വന്നിങ്ങനെ നിൽക്കുന്നു. ഇത് കാണുന്നത് അവൾ നല്ലതുപോലെ പേടിക്കും. എന്നിട്ട് ബെന്നിനടുത്തേക്ക് ഇങ്ങനെ വരാണ്ട് നിൽക്കുന്നതും പെട്ടെന്ന് ആ ഒരു റൂമിൽ നിന്ന് 1-2 കൈകൾ വന്ന് നമ്മുടെ ജെസ്സിനെ വലിച്ച് താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അവളാണെങ്കിൽ ഈ ഡോറിന്റെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കും. അങ്ങനെ അവളെ വലിച്ച് താഴേക്ക് കൊണ്ടുപോകുമ്പോൾ പാവം നമ്മുടെ കുട്ടി ബെൻ അതെല്ലാം നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. കുറച്ച് കഴിയുന്നതും നമ്മുടെ ജെസ് പെട്ടെന്ന് അവിടെ നിന്ന് പിടിച്ച് എന്നെ വിടുന്നു പറഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രേതങ്ങളെല്ലാം കൂടി അവരെ ഒരു നോട്ടം നോക്കും. അങ്ങനെ ഓടി വന്നിട്ട് നമ്മുടെ ബെന്നിനെ എടുത്ത് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആ ഒരു ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ മെയിൻ ഡോർ തുറക്കുന്നില്ല. അപ്പൊ ഈ ഒരു ശബ്ദമെല്ലാം കേട്ട് നമ്മുടെ ജോൺ പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് ഹേയ് ജസ് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൾ ആ ഒരു ജനാല തുറന്നിട്ട് ബെന്നിനെ അവന്റെ കയ്യിലേക്ക് കൊടുത്ത് ജനാല വഴി തന്നെ പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ ഇവര് രണ്ടുപേരും പേടിച്ച് ഹേയ് അകത്ത് ഞാൻ കുറച്ചുപേരെ കണ്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നതും കുറെ കഴിഞ്ഞിട്ട് അവിടേക്ക് പോലീസ് വരുന്നു. അതേപോലെ തന്നെ കുറച്ച് വൈകിയാണ് നമ്മുടെ റോയിയും ഡെന്നീസ് അവിടേക്ക് വരുന്നത്. അങ്ങനെ ഇവര് രണ്ടുപേരും അകത്തേക്ക് കയറി പോലീസ് ആ ഒരു വീട് മുഴുവനായിട്ട് പരിശോധിച്ചു. പക്ഷെ അവൾ കണ്ടതുപോലെ അവിടെ വലിയ രീതിയിൽ നാശനഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ മറ്റാളുകളെയും പോലീസുകാർ കണ്ടിട്ടില്ല. ചിലപ്പോൾ അവൾക്ക് തോന്നിയതായിരിക്കും പുതിയൊരു വീടായതുകൊണ്ട്. പിന്നെ ചെറിയ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ മറിഞ്ഞു കിടപ്പുണ്ട്, അതല്ലാതെ വേറെ ഒന്നുമില്ലാന്ന് പറഞ്ഞ് പോലീസുകാർ അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ നമ്മുടെ ഡെന്നീസും റോയും ജസ്സിന്റെ അടുത്തേക്ക് ഒന്ന് കാര്യം തിരക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഇതുപോലെ കുറച്ചുപേരെ ഞാൻ കണ്ടു, അവർ ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഡെന്നീസ് പ്രത്യേകിച്ച് അവള് മാത്രമേ ഈ ഒരു കാര്യം വിശ്വസിക്കത്തില്ല.
അപ്പോൾ ജെസ് അവളുടെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ നമുക്ക് എന്തായാലും ഈ ഒരു വീട്ടിൽ നിന്ന് മാറിപ്പോവാം, നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയുമ്പോൾ റോയ് പറയും, ജെസ് ഇതാണ് നമ്മുടെ വീട്, ഇവിടെയാണ് നമ്മൾ ഇനി താമസിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവനും അവിടെ നിന്ന് പോകുന്നതും ഇവിടെയാണ് നമ്മുടെ ജെസ് മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്. നമ്മുടെ ബെന്നുണ്ടല്ലോ, ബെന്നിപ്പോ ഈ ഒരു മുകളിലേക്ക് നോക്കി ഇങ്ങനെ നടക്കാണ് ആരോ ഉള്ളതുപോലെ. അപ്പൊ എന്തായാലും അവൾ കണ്ട ആ ഒരു കാര്യത്തിനെ ബെന്നിന് കാണാൻ കഴിയും എന്ന് അവൾക്ക് മനസ്സിലായി. ഇവിടെ നമ്മുടെ ഡെന്നീസ് റോയും റൂമിൽ നിൽക്കുമ്പോൾ ഡെന്നീസ് പറയുന്നുണ്ട്, അവൾ ഇപ്പോഴും ശരിയായെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഒരിക്കലും അല്ല, അവൾ മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ റോയ് പറയും, ഇല്ല അവൾക്ക് കുറച്ച് സമയം കൊടുക്ക്, അവൾ പതിയെ മാറത്തുള്ളൂ എന്നല്ലേ ഇവരും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജെസ് ബെന്നിന്റെ അടുത്തിരുന്നിട്ട്, ബെൻ അപ്പോൾ നിനക്ക് അവരെ കാണാൻ കഴിയുമല്ലേ, ഞാൻ കണ്ടവരെ, പക്ഷേ നിനക്ക് ആരോട് ഇത് പറയാൻ കഴിയത്തില്ല, കാരണം നിന്നെ കൊണ്ട് സംസാരിക്കാൻ കഴിയത്തില്ല. നീ എന്നാ ബെൻ നല്ലതുപോലെ നിന്ന് സംസാരിക്കുന്നേ, ഇനി എന്തായാലും എന്റെ ഭാഗത്ത് നിന്ന് നിനക്കൊന്നും സംഭവിക്കില്ല, അത് ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്തു തരാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് ജെസ് നേരെ ഉറങ്ങാനായിട്ട് ചെന്ന് കിടക്കാണ്. അങ്ങനെ ഉറങ്ങി കിടക്കുമ്പോഴത്തേക്കും ദേ ഇതുപോലൊരു ശബ്ദം. അപ്പോഴേക്കും ജെസ് ഇവിടെ നിന്ന് കണ്ണു തുറന്നിട്ട് നേരെ ബെന്നിന്റെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ബെന്നും കണ്ണു തുറന്ന് നിൽക്കാണ്. അപ്പോൾ ജെസ് പറയും, ബെൻ അപ്പോൾ നീ ആ ഒരു ശബ്ദം കേട്ടുവല്ലേ, ശരി നിനക്ക് അവരെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരെവിടെയാണെന്ന് എനിക്ക് കാണിച്ചു തരാൻ പറയും. അപ്പോൾ ബെന്നിങ്ങനെ ആ ഒരു ചുമരിലേക്ക് ഇങ്ങനെ കൈ കാണിക്കും, പക്ഷേ ജെസ്സിനൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടി ബെൻ അടുത്തുള്ളൊരു റൂമിനകത്ത് ഇങ്ങനെ കൈ കാണിക്കുകയാണ്. അപ്പൊ എന്തായാലും ആ ഒരു സ്ഥലത്തേക്കാണ് ഈ ഒരു ഗോസ്റ്റ് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ജെസ്സും അവിടേക്ക് ഇങ്ങനെ നടന്നു ചെല്ലും. അങ്ങനെ ഇവര് രണ്ടുപേരും ബെൻ കൈ കാണിക്കുന്ന ആ ഒരു രീതിയിൽ നടന്ന് പോകുമ്പോഴത്തേക്ക് എവിടെയാണ് ചെല്ലുന്നതെന്നറിയോ, ആ ഒരു ബേസ്മെന്റിന്റെ മുന്നിലേക്ക്. അങ്ങനെ അവിടെ ചെന്നിങ്ങനെ നിൽക്കുന്നതും ഇപ്പൊ ഇവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ നമ്മുടെ ബെൻ പതിയെ തിരിഞ്ഞ് അവളുടെ പുറകിലേക്ക് നോക്കുമ്പോൾ കൈ ഇങ്ങനെ പതിയെ കാണിക്കുന്നുണ്ട്. ഓഹോ, ആ ഒരു ഗോസ്റ്റ് ഇപ്പോ നമ്മുടെ ജെസ്സിന്റെ പുറകിൽ വരികയാണ്. ബെന്നിന് കാണാൻ കഴിയുന്നുണ്ട്, പക്ഷെ ജെസ്സിന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ജെസ്സും പേടിച്ച് നിൽക്കുന്നു. ബെൻ ആണെങ്കിൽ ആ ഒരു ഗോസ്റ്റിനെ കൈ കാണിക്കുമ്പോൾ ആ ഒരു സ്ത്രീയാണത്. അത് പതിയെ നടന്ന് ഇവരുടെ അടുത്തേക്ക് വന്ന് നമ്മുടെ ബെന്നിന്റെ അടുത്തേക്ക് തന്നെ മുഖം കൊണ്ടുവരും. ബെന്നാണെങ്കിൽ അതിൽ തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ജെസ് ഇതെല്ലാം കണ്ട് പേടിച്ച് നിൽക്കാണ്. സമയമാകുമ്പോൾ തിരിയാൻ വേണ്ടി ഇത് അടുത്തെത്തിയെന്ന് മനസ്സിലാവുന്നതും പെട്ടെന്ന് തിരിയുമ്പോൾ അവിടെ അങ്ങനെ രൂപത്തെ കാണാനില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വീണ്ടും ഹാളിലേക്ക് വന്ന് അന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞു. ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ജെസ് നേരെ വെളിയിലേക്ക് വന്ന് ജോണിനോട് സംസാരിക്കും. എന്നിട്ട് ജോണിനോട് പറയുന്നുണ്ട്, ഇന്നലെ നീ വീട്ടിൽ വെച്ച് കണ്ട കാര്യങ്ങൾ എന്റെ മാതാപിതാക്കളോട് പറയാഞ്ഞത് എന്താ കാര്യം ചോദിക്കുമ്പോൾ അവൻ പറയും, നീ എന്തായാലും നല്ലതുപോലെ പേടിച്ചില്ലേ, പിന്നെ ആ ഒരാളുകള് അവരെ പറ്റി എന്തായാലും നിന്റെ മാതാപിതാക്കളോട് പറയാൻ കഴിയത്തില്ല, പക്ഷെ ഞാൻ എന്തായാലും നിന്നെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുമ്പോൾ ഇത് കേട്ട് നമ്മുടെ ജസ്റ്റ് അടുത്തതായിട്ട് പോകുന്നത് ബോബിയുടെ അടുത്തേക്കാണ്. അങ്ങനെ അവന്റെ അടുത്തേക്ക് ചെന്ന് അവനോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇപ്പൊ അവനോട് പ്രധാനമായിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഞങ്ങളുടെ വീടിനെ പറ്റി നിനക്കറിയോ, അവിടെ ഇതിനു മുന്നേ താമസിച്ചിരുന്നവര് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നെയാണ് അവിടെ ആളുകൾ താമസിച്ചിരുന്നത്, അവർ പിന്നെ സ്ഥലം മാറി പോവായിരുന്നു. എന്തുപറ്റി ഇപ്പൊ അങ്ങനെ ചോദിക്കാനായിട്ട്, അല്ല ഞങ്ങളുടെ വീട് എന്തെങ്കിലും പ്രേതശല്യങ്ങൾ ഉള്ളതായിട്ട് നീ പണ്ട് വല്ലതും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് അതൊക്കെ വെറും കെട്ടുകഥകളാണ്, അതൊന്നും അങ്ങനെ വിശ്വസിക്കേണ്ടെന്ന് പറയുമ്പോൾ അവൾ ചോദിക്കാല്ല എന്തു പറ്റി. ഇല്ല, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ആ ഒരു വീട്ടിലും ആ ഒരു പരിസരത്തും വരാനായിട്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു, അതുപോലെ അതിന്റെ ബേസ്മെന്റിലേക്ക് ഇറങ്ങാനായിട്ട് ഞങ്ങൾ കുട്ടിക്കാലത്ത് ചലഞ്ചുകളെല്ലാം വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവനോരോ കാര്യങ്ങൾ പറയുന്നതും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെസ്സിനെ കാണിക്കുമ്പോൾ അവള് നേരെ വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു ബേസ്മെന്റിന്റെ ഡോറും തുറന്ന് അവിടെ തന്നെ നിൽക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് അവൾ പതിയെ താഴേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ലൈറ്റ് എല്ലാം ഓൺ ചെയ്ത് നേരെ ആ ഒരു ബേസ്മെന്റിലേക്ക് വന്ന് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കും. കാരണം ഇതിനു മുന്നേ താമസിക്കുന്ന ആ ഒരു കുടുംബമുണ്ടല്ലോ, അവരെ പറ്റിയുള്ള കാര്യങ്ങൾ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു പെട്ടിയുടെ അടിയിൽ എന്തോ ഒരു പേപ്പർ കിടക്കുന്നു. ആ ഒരു പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു വീട്ടിലെ കുട്ടിയുണ്ടല്ലോ മൈക്കിള്, സ്റ്റാർട്ടിങ്ങിൽ മരിച്ച ആ ഒരു ചെറിയ പയ്യൻ, അവൻ വരച്ച ചിത്രമാണ്. അവന്റെ അച്ഛൻ, അമ്മ, സഹോദരി, അതേപോലെ തന്നെ ഒരു കാക്കയും അവൻ വരച്ചിട്ടുണ്ട്. ഈ ഒരു വീട്, ഇത്രയും കാര്യങ്ങൾ. അങ്ങനെ ഈ ഒരു കാര്യം കണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പുറകിൽ എന്തോ അടിക്കുന്നൊരു ശബ്ദം. അവൾ എഴുന്നേറ്റ് ഇതിന് വെളിയിലേക്ക് പോകാനായിട്ട് മറ്റൊരു വഴിയുണ്ടല്ലോ, അവിടേക്ക് ചെന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒന്നും കാണുന്നില്ല. പക്ഷേ അവൾ ആ ഒരു വശത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ഈ ഒരു ഫ്ലോറിൽ നിന്നും കുറെ മണ്ണും അഴുക്കും, അത് ഈ ചെളി പോലെയാണ്, അത് പെട്ടെന്ന് മുകളിലേക്ക് വന്നിങ്ങനെ നിറഞ്ഞ് അവളുടെ പിറകെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു കാര്യം ജെസ് കാണുന്നില്ല. അങ്ങനെ പതിയെ നടന്ന് അവൾ മുന്നിലേക്ക് ചെന്നിട്ട് എന്തോ ഒരു ഡൗട്ട് തോന്നി. അവൾ പുറകിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ചെളി ഇങ്ങനെ കൂടി നിൽക്കുന്നു. ഇത് കണ്ടവൾ പേടിച്ച് തിരിഞ്ഞു നിൽക്കുന്നതും പെട്ടെന്ന് 2 കൈകൾ വന്ന് അവളുടെ തലമുടിയിൽ പിടിച്ച് അവളെ വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ട് പേടിച്ചിട്ട് അവൾ അലറി വിളിച്ച് ആ ഒരു സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് ഓടി കയറാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ആ ഒരു സ്ഥലം മുഴുവനായിട്ട് മണ്ണുപോലെയായിട്ട് ഇപ്പൊ അതിൽ നിന്നൊരു കൈ വന്ന് അവളുടെ കാലിലേക്ക് പിടിക്കും. അവള് വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്താണെന്ന് വെച്ചാല് ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണുമ്പോഴത്തേക്കും മൈക്കിളിന്റെ സഹോദരിയെ ഈ ഒരു റൂമിനകത്തേക്ക് വലിച്ചെടുത്തോണ്ട് പോയല്ലോ, അതുപോലെ. പക്ഷെ എങ്ങനെയോ നമ്മുടെ ജെസ് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവളെ വലിച്ചങ്ങ് താഴെയിടും. താഴെ വീഴുമ്പോഴത്തേക്കാണ് ഇതെല്ലാം അവൾക്ക് തോന്നിയതുപോലെ. അങ്ങനെ അവൾ അതും കൂടി കാണുന്നത് പെട്ടെന്ന് പേടിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് ഒന്നും ചിന്തിക്കത്തില്ല, അപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടാണ്. ഓടി ആ ഒരു ജനലിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ അച്ഛനമ്മയോടെ നോക്കുമ്പോൾ അവരിപ്പോ ആ ഒരു സൂര്യകാന്തി പാടം ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നു. ഇതുകൂടി കണ്ട അവൾക്ക് ഇപ്പൊ ഇത്തിരി സമാധാനമായിട്ട് അവള് പതിയെ അങ്ങനെ ഇപ്പൊ സംഭവിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് അവള് നല്ലതുപോലെ കരഞ്ഞ് അവിടെ ഇരിക്കും. അങ്ങനെ അന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ജെസ്സിനെ കാണിക്കുമ്പോൾ അവള് പേടിച്ച്
ഈ ഒരു വീടിന്റെ മറ്റൊരു വശത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ജോൺ അവിടേക്ക് വരുമ്പോൾ എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ അവളുടെ അടുത്തിരിക്കുമ്പോഴത്തേക്കും ജസ് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അതേപോലെയുള്ള കാര്യം തന്നെ കണ്ടു. അതുപോലെ ഇത്തവണ കണ്ടത് ഈ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകളെയാണ്. അവർക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എന്നെ വിശ്വസിക്കോ? ഞാൻ പറയുന്നതല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയും അതെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭൂമിക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടേക്ക് ആര് വന്നാലും അവരെ വിട്ടയക്കാണ്ട് ഈ ഒരു ഭൂമി തയ്യാറാവത്തില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്കൊരു ഫാമിലി വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഹേയ് ഇല്ലല്ല, ജോലിയെല്ലാം കാരണം ഞാൻ നല്ല തിരക്കിലാണെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റോയിയും ജോണും ഈ ഒരു സൂര്യകാന്തി പാടത്ത് നിന്ന് സൂര്യകാന്തി വിളവെടുക്കാനായിട്ട് അതിന്റെ വിത്തുകളുണ്ടല്ലോ അതെടുക്കാനായിട്ട് സമയമായോ ഇല്ലെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാണ്. അപ്പോഴാണ് ജോൺ അത് കഴിച്ചു നോക്കിയിട്ട് അതെ സമയമായെന്ന് പറയുന്നതും റോയിക്ക് അത്രയും സന്തോഷമായി. കാരണം ഈ ഒരു കൃഷി ചെയ്തത് എന്തായാലും വെറുതെ ആയില്ലല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ജസ് ഈ ഒരു ജനാല വഴി പുറത്തേക്ക് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ അവർ രണ്ടുപേരും ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വശത്ത് എന്തോ ഒരു രൂപം, അത് വേറെ ഒന്നുമല്ല ആ ഒരു ഗോസ്റ്റ് ആണ്. ഇതുകൂടി കാണുന്നത് ജസ് ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് അവിടെ നോക്കുമ്പോൾ ഇപ്പൊ ആ ഒരു ഗോസ്റ്റിനെ കാണാനില്ല. അങ്ങനെ അവൾ എന്താ ചെയ്യുന്ന വെച്ചാൽ പതി ആ ഒരു സൂര്യാന്തി ഉണ്ടല്ലോ അതിനടുത്ത് ഇങ്ങനെ നടന്നു വന്ന് അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനുള്ളിലൂടെ എന്തോ അനങ്ങുന്നുണ്ട്. അങ്ങനെ ജസ് അവിടേക്ക് ആ ഒരു അനക്കം കേൾക്കുന്നിടത്ത് ഈ ഒന്നിങ്ങനെ നോക്കാണ്. പക്ഷെ അവിടെയൊന്നും കാണുന്നില്ല. ഇപ്പൊ അവളുടെ ചുറ്റിനിങ്ങനെ ആ ഒരു അനക്കം പോകുന്നു. പെട്ടെന്ന് ഇതുപോലെയെല്ലാം പേടിക്കുന്ന രീതിയിൽ ഇങ്ങനെയെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോ ജസ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ ആ ഒരു ഗോസ്റ്റ് ഇവരുടെ വീടിന് പുറകിലേക്ക് ഇങ്ങനെ പോവാണ്. ഈ പകൽ സമയത്ത് ഗോസ്റ്റുകളെ കാണിച്ച് പേടിപ്പിക്കുന്ന ഒരു രീതി എനിക്ക് എന്തായാലും ഈ ഒരു സീൻ ഇഷ്ടപ്പെട്ടു. കാരണം അധികം നമ്മളങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു പകൽ സമയത്തെല്ലാം പ്രേതങ്ങളെ കാണിക്കുന്നത്, അതും വെളിച്ചത്തില്. വേറെ ഏതെങ്കിലും സിനിമയിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. അങ്ങനെ അവളും ആ ഒരു ഗോസ്റ്റിനെ ഫോളോ ചെയ്ത് പോകുന്നതും ഇപ്പൊ ഈ ഒരു വീടിന് പുറകിലായിട്ടുള്ള വലിയൊരു ഷെഡുണ്ട് അതിനടുത്തേക്കാണ് ആ ഒരു ഗോസ്റ്റ് പോയിട്ടുള്ളത്. അങ്ങനെ ജസ് നടന്ന് പതിയെ ആ ഒരു ഷെഡിനകത്തേക്ക് കയറും. അങ്ങനെ അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ആരും കാണുന്നില്ല. അപ്പോൾ ജസ് പറയും നിനക്ക് എന്താ എന്നിൽ നിന്ന് വേണ്ടത്, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ അടുത്തായിട്ട് എന്തോ മൂടി പൊതിച്ചിരിക്കുന്നത് പോലെ ഓക്കെ അതെന്തെങ്കിലും ഒരു മനുഷ്യനായിരിക്കും എന്നും പറഞ്ഞ് അവള് പതി അവിടേക്ക് ചെന്ന് ആ ഒരു തുണി എടുത്ത് ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്കും അത് വേറെ ഒന്നുമല്ല ആ ഒരു സൂര്യകാന്തി വിത്തുകളായിരുന്നു. അപ്പോഴേക്കാണ് അടുത്ത് വേറെ എന്തോ ഒരു കരച്ചിൽ കേൾക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ അവിടെ ചെറിയൊരു കുട്ടി ഇരിക്കുകയാണ്. ഇത് മൈക്കിൾ എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പയ്യനുള്ള സ്റ്റാർട്ടിങ്ങിൽ മരിച്ച ആ ഒരു പയ്യനാണ്. അങ്ങനെ ജസ് പതിയെ നടന്ന് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ ഇങ്ങനെ തൊടുന്നുണ്ട്. തൊടുമ്പോഴത്തേക്ക് അവൻ തിരിഞ്ഞ് ജസ്സിനെ ഇങ്ങനെ നോക്കുന്നതും ജസ് അവനെ കണ്ട് പേടിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു പയ്യൻ അവളുടെ ചാടി പിടിക്കുന്ന അവളുടെ കയ്യിലും കാലിലുമായിട്ട്. അങ്ങനെ ജസ് താഴേക്ക് വീണ് അലറി വിളിക്കുന്നതും കുറച്ച് കഴിഞ്ഞ് കാണിക്കുന്നത് ജസ്സിനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കാണ് നമ്മുടെ റോയിയും ഡെന്നിസും ഡോക്ടറിനോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് അവൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. അല്ല അവൾ തന്നെ സ്വന്തം കൈയും കാലും വേദനിപ്പിച്ചതുപോലെയാണ് ഞങ്ങൾ കണ്ടിട്ട് തോന്നുന്നത്. അതുകൊണ്ട് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണമെന്നെല്ലാം പറഞ്ഞ് പോകുന്നതും ഇപ്പൊ ഈ ഒരു കാര്യം കൂടി ആവുന്നതും ജസ് പറയുന്ന കാര്യം ആരും വിശ്വസിക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജസ്സിനെ കൊണ്ട് ഇവർ വീട്ടിലേക്ക് വരുമ്പോൾ ജസ് പറയുന്നുണ്ട് അച്ഛ എന്തായാലും നമുക്ക് ആ ഒരു വീട്ടിൽ താമസിക്കാൻ കഴിയത്തില്ല, കാരണം അവിടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടു, ഇന്ന് എന്നെ ഉപദ്രവിച്ചത് അതാണെന്നെല്ലാം പറയുമ്പോൾ ഇവർ വിചാരിക്കും ജസ് വെറുതെ പറയാണ് ഇതെല്ലാം അവള് തന്നെ ചെയ്തിട്ടാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ റോയ് നല്ലതുപോലെ ദേഷ്യപ്പെട്ട് എവിടെ പോകാൻ കഴിയത്തില്ല. കാരണം ഡോക്ടർ പറഞ്ഞ എന്താണെന്നറിയോ, നീ തന്നെ നിന്റെ ശരീരം വേദനിപ്പിക്കുന്നതെന്നാണ്, അതുകൊണ്ട് ഒരിക്കലും ഇതെന്നെനിക്ക് സമ്മതിച്ചു തരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് വഴക്ക് മറിഞ്ഞ് അവളെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അവള് പറയും എന്ത് തന്നെയായാലും ഞാൻ ഈ ഒരു വീട്ടിൽ നിൽക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ട് വീടിനകത്ത് ഇങ്ങനെ കയറി പോവാണ്. കാരണം എന്താണ്, അവൾ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല, ഒന്ന് കേൾക്കാൻ പോലും നിൽക്കുന്നില്ല. അങ്ങനെ വീടിനകത്തേക്ക് വന്ന ജസ് ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ലോക്കറ്റിന്റെ അടുത്തേക്ക് വന്ന് അതിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ അത് തുറക്കാൻ കഴിയുന്നുണ്ട്. അത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒരു സ്ത്രീയുടെ ഫോട്ടോ ഉണ്ട്. ഇതുകൂടി കാണുന്നതും ജസ് അവിടെ നിന്ന് പോകാനായിട്ട് തയ്യാറെടുക്കുന്നു. ഇവിടെ താഴെ കാണിക്കുമ്പോൾ നമ്മുടെ റോയി ഡെന്നിസിനോട് പറയുന്നുണ്ട് എന്തുകൊണ്ട് എങ്ങനെയല്ല സംഭവിക്കുന്നേ. അപ്പൊ ഡെന്നിസ് പറയും സോറി, ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തരുത്, ഇതെല്ലാം അവള് കാരണമാണെന്ന് പറയുമ്പോൾ റോയി പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു വീട് വിൽക്കായിരുന്നു, ഞാൻ അന്നേ അത് ചെയ്താൽ മതിയായിരുന്നു, വെറുതെ ഇവിടെ വന്ന് സമയം കളഞ്ഞു. അപ്പോൾ ഡെന്നിസ് ചോദിക്കും എന്തു പറ്റി. അല്ല ഈ ഒരു വീടും സ്ഥലം വേറൊരാൾ വാങ്ങാനും ഇരട്ടി പണം പിന്നെയും തരാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ ആ ഒരു ഓഫർ നിരസിക്കുമായിരുന്നു, അതെന്ത് തെറ്റാണെന്ന് പറയുമ്പോൾ ഡെന്നിസ് പറയും അപ്പോൾ നിങ്ങളെന്ത് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ നീയും അവളും ഒരുമിച്ചൊരു റൂമിലിരുന്ന് കുറച്ചു നേരം പോലും ഒന്നും സംസാരിക്കത്തില്ല, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്ഥലം കണ്ടുപിടിച്ചത്, പക്ഷെ ഇവിടെ വന്നിട്ടും നിങ്ങൾ അങ്ങനെയെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് മുകളിൽ എന്തോ ഒരു ശബ്ദം. ഈ നായ കുരയ്ക്കുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം, വേറെ വഴിയില്ല. അങ്ങനെ ഇവര് രണ്ടുപേരും മുകളിലേക്ക് ഓടിക്കയറിയിട്ട് ജസ്സിനെ നോക്കുമ്പോൾ ജസ് റൂമിലില്ല, കാരണം അവളിപ്പോൾ ആ ഒരു ജനാല വഴി പുറത്തേക്ക് പോയിട്ട് സൈക്കിളും എടുത്ത് എവിടേക്ക് അങ്ങനെ പോവാണ്. ഇത് കാണുന്നതും റോയ് പെട്ടെന്ന് വീടിന്റെ വെളിയിലേക്ക് വന്ന് ആ ഒരു വണ്ടി എടുത്ത് നമ്മുടെ ജസ്സിനെ അന്വേഷിച്ച് വെളിയിലേക്ക് പോകുന്നു. ഇവിടെ ജസ്സിനെ കാണിക്കുമ്പോൾ അവൾ ഈ ഒരു റോഡേ സൈക്കിളിൽ ചവിട്ടി പോകുന്ന സമയത്താണ് ബോബി ഉണ്ടല്ലോ അവനൊരു കാറിൽ ഇങ്ങനെ വരുന്നത്. ഇവളെ കാണുന്നതും ബാ നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞ് ആ ഒരു സൈക്കിൾ എടുത്ത് അവളുടെ വണ്ടിയുടെ പുറകിൽ വെച്ച് ഇവർ രണ്ടുപേരും വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ജസ് ഈ ഒരു വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ബോബിയോട് പറയും. ഇതുപോലെ ഒരുപാട് പ്രേതങ്ങളെ ഞാൻ കാണുന്നുണ്ട്, എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്റെ സഹോദരൻ അത് കാണുന്നുണ്ട്, അവനാണെങ്കിലോ സംസാരിക്കാനും കഴിയത്തില്ല, അതിന് കാരണക്കാരി ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ബെൻ ഉണ്ടല്ലോ കുട്ടി ബെൻ,
അവൻ സംസാരിക്കാതിരിക്കാൻ കാരണം എന്താണെന്ന്, അതേപോലെ തന്നെ ഡെന്നീസ് ജസ്സിനെ അത്ര ഇഷ്ടപ്പെടാതിരിക്കാനും കാരണം എന്താണെന്ന് ഇപ്പോഴാണ് പറയുന്നത്. നമ്മുടെ ജസ്സിനൊരു 18 വയസ്സാവുന്ന സമയത്ത് റോയിയും ഡെന്നീസും വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു. അപ്പോഴേക്കും ബെന്നിനെ ഒരു ബേബി സിറ്ററിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഇവർ പോയത്. അങ്ങനെ ഇവര് ലേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജസ്സിനോടാണ് പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത്. പക്ഷെ ആ ഒരു സമയത്ത് ജസ് നല്ലതുപോലെ മദ്യപിച്ചിരുന്നു. അവൾ ഈ ഒരു കാര്യം വേറെ ആരോടും പറയാതെ പതിയെ പോയിട്ട് ബെന്നിനെയും വിളിച്ച് കാറിലിരുത്തി ഇവർ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. പക്ഷെ ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ബെൻ കുറച്ചുനാൾ ഹോസ്പിറ്റലായി. അത് കഴിഞ്ഞ് ഇവര് വെളിയിലേക്ക് വരുമ്പോൾ ബെൻ ഒരിക്കലും ആ ഒരു അപകടത്തിന് ശേഷം ബെൻ ഒരിക്കലും സംസാരിച്ചില്ല. അങ്ങനെ ആ ഒരു ട്രോമയിലായിരുന്നു കുറച്ചുനാൾ നമ്മുടെ ജസ്, ഡെനീസ് ഇവരെല്ലാവരും. അപ്പൊ ആ ഒരു കാരണങ്ങളെല്ലാം കൊണ്ടാണ് ഡെനീസ് ജസ്സിനോട് ഇത്രയും പേടി തോന്നുന്നത്. കാരണം ഇനിയും അവൾ കാരണം ബെന്നിനൊന്നും സംഭവിക്കാതിരിക്കാൻ. ആ ഒരു കുറ്റബോധം നമ്മുടെ ജസ്സിനുമുണ്ട്. അന്ന് അവൾ ഒരിക്കലും മദ്യപിച്ചിട്ട് ബെന്നിനെ എടുക്കാൻ പോരുതായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ജസ് പറയുമ്പോഴത്തേക്കും ബോബി പറയും, ജസ് അതൊന്നും നീ ആലോചിച്ച് വലിയ ടെൻഷൻ അടിക്കണ്ട. കാരണം എല്ലാവരും പല രീതിയിലുള്ള തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ അതൊന്നും വലിയ കാര്യമാക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ വീട്ടിൽ നമ്മുടെ ഡെനീസ് ഉണ്ടല്ലോ, അവളിപ്പോൾ ബെന്നിന്റെ മുന്നിലിരുന്നിട്ട് ചെറിയ കുട്ടിയാണെങ്കിലും അവളോടുള്ള ആ ഒരു വിഷമമല്ല ഇങ്ങനെ പറയാണ്, നിന്റെ സഹോദരിക്ക് എന്തായാലും ശരിയാവും, ഓക്കെ അല്ലേ ബെന്നി, അങ്ങനെ പറയ് എന്നെല്ലാം പറയുമ്പോൾ ബെന്നി പെട്ടെന്ന് പുറകിലേക്ക് കൈ ഇങ്ങനെ കാണിക്കും. അവൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ജനാല വഴി ഈ വീടിന് പുറത്തുള്ള വലിയൊരു ഷെഡ് ഉണ്ടല്ലോ അതാണ് കാണുന്നത്. അപ്പോൾ ഡെന്നീസ് തിരിഞ്ഞു നിന്നിട്ട്, ബെൻ നീ എന്താ ഈ ചൂണ്ടിക്കാണിക്കുന്നേ, നീ എന്താ ഈ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ വീണ്ടും കൈ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഡെന്നീസ് ചോദിക്കും, എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അത് കാണാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ബെൻ അവന്റെ കണ്ണ് രണ്ടും ഇങ്ങനെ താഴേക്ക് വെച്ചിട്ട് ഈ പ്രേതങ്ങളുണ്ടല്ലോ അതുപോലെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇതുകൂടി കാണുന്നത് ഡെന്നീസ് നല്ലപോലെ പേടിക്കുന്നതും. ഇവിടെ വെളിയിൽ ഈ ജോൺ ഈ ഒരു സൂര്യകാന്തി പാടത്തെ വെള്ളം അടിക്കാൻ വേണ്ടി ആ ഒരു പൈപ്പെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്യാണ്. ആ ഒരു സമയത്താണ് അടുത്തുള്ള ആ ഒരു ഷെഡിന് മുകളിലായിട്ട് ഒരുപാട് കാക്കകൾ വട്ടമിട്ട് ഇങ്ങനെ പറക്കുന്നു. അങ്ങനെ ആ ഒരു കാക്കകൾ അവിടെ ഒരുപാട് നേരം വട്ടമിട്ട് പറന്ന് അത് കഴിഞ്ഞ് അതെല്ലാം കൂടി പറന്ന് മുകളിലേക്ക് പോകുന്നു. ജോൺ ആണെങ്കിൽ ഇതെന്താ ഈ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നതും ഇതെല്ലാം കൂടി മുകളിലേക്ക് പറന്നു വന്നിട്ട് നേരെ പറന്നിറങ്ങുന്നത് നമ്മുടെ ജോണിന്റെ അടുത്തേക്ക്. ജോൺ ഇതുകൂടി കണ്ട് പേടിച്ചങ്ങനെ ഓടാൻ തുടങ്ങുന്നതും ഈ ഒരു കാക്കകളെല്ലാം അവന്റെ പിറകെ തന്നെ പറന്നു വന്ന് അവനെ കൂട്ടമായിട്ട് ഇങ്ങനെ കൊത്താൻ തുടങ്ങും. അവൻ താഴെ വീണിട്ട് അവനെ നിർത്താതെ ഇങ്ങനെ കൊത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ താഴെ വീണ ജോൺ അവന്റെ പെട്ടിയിൽ നിന്ന് ഒരു വാളെടുത്ത് ഈ ഒരു കാക്കകളെല്ലാം വെട്ടുന്നുണ്ട്. പക്ഷെ അത് പോകുന്നില്ല. കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോൾ ജോണിന്റെ ബോധമില്ലാതെ അവിടെ കിടക്കുന്ന ഈ ഒരു കാക്കകളെല്ലാം മുകളിലിരിപ്പുണ്ട്. ഇവിടെ മുകളിൽ കാണിക്കുമ്പോൾ ഡെന്നീസ് ബെന്നിനെ നേരെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട്, മോനെ ഒരു കുഴപ്പമില്ല ഇവിടെ കിടന്നതെന്നും പറഞ്ഞ് അവൻ അവിടെ കിടത്തി പോകാനായിട്ട് വരുമ്പോൾ പുറകിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഇവള് പാതിയെ തിരിഞ്ഞ് ആ ഒരു ചുമരിലേക്ക് നോക്കുന്നതും അവൾ വൃത്തിയാക്കിയ ആ ഒരു ഭാഗമുണ്ടല്ലോ അതിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീയുടെ പ്രേതം അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഇത് കണ്ട് ഡെനീസ് വായിൽ കൈ വെച്ച് പേടിച്ചങ്ങനെ നിൽക്കുന്നതും ഇവിടെ വെളിയിൽ നമ്മുടെ ജോൺ ഉണ്ടല്ലോ അവനാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് ഈ ഒരു കാക്കകളെല്ലാം പറന്നുപോയി. അതുമല്ല അവന്റെ കയ്യിൽ നോക്കുമ്പോൾ രക്തം പറ്റിയിരിപ്പുണ്ട്. ഇവിടെ നമ്മുടെ ജസ്സിനെ കാണിക്കുമ്പോൾ അവളിപ്പോ ബോബിനെയും കൊണ്ട് നേരെ വരുന്നത് ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. കാരണം അവിടെ ഒരുപാട് ന്യൂസ് പേപ്പർ കട്ടിങ് എല്ലാം ഒട്ടിച്ചു വെച്ചിരുന്നല്ലോ. അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, ഇതിലുള്ളൊരു സ്ത്രീ ഞാൻ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ ഒരു ലോക്കറ്റ് ഉണ്ട്. അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ആ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന സ്ത്രീയുണ്ട്. ആ ഒരു സ്ത്രീയും ഈ ഒരു ന്യൂസ് പേപ്പറിൽ കാണുന്ന സ്ത്രീ ഒന്നാണെന്ന് നോക്കുമ്പോൾ ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കുടുംബം ആ ഒരു വീട്ടിൽ നിന്നും സ്ഥലം മാറിപ്പോയിട്ടില്ല, അവർക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് ജസ് മനസ്സിലാക്കും. എന്നിട്ട് ആ ഒരു കാര്യം ബോബിയോട് പറയും. ഇവിടെ നമ്മുടെ ജോണിനെ കാണിക്കുമ്പോഴത്തേക്കും ജോൺ ഇപ്പോൾ അവിടെ നിന്ന് കണ്ണു തുറന്ന് അവന് പെട്ടെന്ന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഒരുപാട് ഫ്ലാഷ് ബാക്ക് എല്ലാം അവന്റെ കൺമുന്നിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അതിലവൻ ഈ ഒരു സൂര്യകാന്തി പാടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു ബാങ്കുകാരൻ വരുന്നു, എന്തോ ഒരു പേപ്പർ കൊടുക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവനിപ്പോൾ ആ ഒരു വീടിന് വെളിയിൽ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഫ്ലാഷ് ബാക്കിൽ ഇവന്റെ ആ ഒരു കുടുംബം അവിടെ താമസിച്ചതുപോലെയും അവന്റെ ഭാര്യ, കുട്ടി ഇവരെല്ലാവരും ആ ഒരു വീട് വിട്ട് വെളിയിലേക്ക് പോകുന്നത് പോലെയെല്ലാം കാണുകയാണ്. സത്യത്തിൽ ഇവിടെ അതുപോലെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇറങ്ങി പോകുന്നത് ഡെന്നീസും ബെന്നുമാണ്. ബെന്നാണെങ്കിൽ അകത്ത് നിന്ന് കരയുന്നു. ഡെന്നീസ് ബാഗെല്ലാം വെളിയിലേക്ക് കൊണ്ടുവച്ചിട്ട് മോനെ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അവൾ പെട്ടെന്ന് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും ജോൺ പെട്ടെന്ന് വാതിലിനടുത്തേക്ക് വന്നിട്ട്, അല്ല നീ എവിടെയാ പോകാൻ പോകുന്നേ, നീ ഇവിടെ തന്നെ താമസിച്ചാൽ മതിയാവൂ, എന്നെ വിട്ട് നിങ്ങൾ എവിടെയാ പോകാൻ പോകുന്നതെല്ലാം ചോദിക്കുമ്പോൾ ഡെന്നീസിനൊന്നും മനസ്സിലാവുന്നില്ല ഇവനെന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വന്ന് ചോദിക്കാനായിട്ട്. എന്നിട്ടാണ് അവൻ ചോദിക്കുന്നത്, നീ എവിടെയാ പോകുന്നത് മേരി എന്ന് ചോദിക്കുന്നതും ഡെന്നീസ് പേടിച്ച് നിൽക്കുന്നതും പെട്ടെന്ന് അവളെ ഒരു ഒറ്റ അടി എന്നിട്ട് താഴേക്ക് വന്ന് അവളെ പിടിച്ചിട്ട്, എന്നെ വിട്ട് പോകാനായിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല മേരി എന്ന് പറഞ്ഞ അവൻ ഇവളെ നോക്കുമ്പോൾ അവന്റെ ഭാര്യയായിട്ടാണ് അവന് തോന്നുന്നത്. എന്നിട്ട് ബെന്നിനെ നോക്കുമ്പോഴത്തേക്കും ഇവൻ ബെന്നിനെ കാണുന്നത് എന്താണെന്നറിയോ, മൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചെറിയ പയ്യനായിട്ട്. ഇവിടെയാണ് മൊത്തത്തിലുള്ള ഈ ഒരു മൂവിയുടെ ടെസ്റ്റ് കാണിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കുടുംബത്തെ ഒരാൾ കൊല്ലുന്നുണ്ടല്ലോ, 4 പേരടങ്ങുന്ന ഒരു ഭാര്യ, മൈക്കിൾ എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യൻ, അവന്റെ സഹോദരി, ഇവരെ 3 പേരെയും കൊല്ലുന്നത് ഒരു അദൃശ്യ ശക്തി പോലെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ അത് വേറെ ആരുമല്ല, അതൊരു അദൃശ്യ ശക്തിയോ അല്ല, അത് നമ്മുടെ ജോൺ തന്നെയാണ്. അവന്റെ കുടുംബത്തെയാണ് അവ കൊന്നത്. കാരണം അവനും ഈ ഒരു സ്ഥലത്ത് സൂര്യകാന്തി തന്നെയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. പക്ഷെ ഏതോ ഒരു സമയത്ത്
അതെല്ലാം നശിച്ചു പോയിട്ട് ആകെ മൊത്തം കടം കയറി. അതുപോലെ അവനാണെങ്കിൽ ആ ഒരു ഭ്രാന്ത് പിടിച്ച് ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിൽ എത്തുമ്പോഴത്തേക്കാണ് അവന്റെ കുടുംബം അവനെ വിട്ടുപോകാനായിട്ട് നിന്നത്. ആ ഒരു ദേഷ്യത്തിലാണ് അവൻ അവരെ എല്ലാവരെയും ആ ഒരു വീടിനകത്ത് വെച്ച് കൊന്നതും. ഇപ്പൊ അതുപോലെയാണ് അവനും ഇവരെ കൊല്ലാനായിട്ട് വരുന്നത്. കാരണം ആ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഡെന്നിസ് ബെന്നിനെ എടുത്ത് നേരെ മുകളിലത്തെ മുറിയിലേക്ക് ഓടി അങ്ങ് പോവും. കുറെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ജെസ്സും ബോബിയും അവിടേക്ക് വരുന്നത്. ഇവർ വന്ന് നോക്കുമ്പോൾ വീട്ടിലാരെയും കാണുന്നില്ല. അങ്ങനെ രണ്ടുപേരും മുകളിലേക്ക് കയറിയിട്ട് ആ ഒരു ബേസ്മെന്റ് ഉണ്ടല്ലോ അതിനടുത്തേക്ക് നടന്നു വരും. അപ്പോഴേക്കും അകത്തു നിന്ന് ആരോ തട്ടുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. രണ്ടുപേരും പതിയെ ഒരു കോടാലി എടുത്തിട്ട് അതിന് മുന്നിലേക്ക് വരുന്നതും അതിലേക്ക് 2-3 ഇടി പേടിച്ചിങ്ങനെ ഓടുമ്പോൾ ആ ഒരു ചുമരുണ്ടല്ലോ അതിനുള്ളിലൂടെ ഈ ഒരു കമ്പി കുത്തി ഇറക്കുന്നുണ്ട്. ജസ്റ്റ് മിസ് ഇവരുടെ ദേഹത്ത് കൊള്ളാതെ അവർ ഓടി രക്ഷപ്പെടാണ്. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് വെളിയിലേക്ക് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ ജസ് പറയും, ബോബി എന്റെ സഹോദരൻ താഴെന്ന് പറയുന്നതും ഇല്ല ഇവിടെ ആരുമില്ല നമുക്ക് പോവാന്ന് പറയുമ്പോൾ പെട്ടെന്ന് ബോബിയുടെ പുറകിലൂടെ ജോൺ വന്ന് അവനെ ഒരു ഒറ്റയടി അവന്റെ ബോധം പോയി താഴെ വീഴുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജെസ്സിന്റെ പുറകെ വരുമ്പോൾ ജസ് ആണെങ്കിലോ അവിടെ നിന്ന് ഓടി വരുന്നത് ആ ഒരു ബേസ്മെന്റ് അടുത്തേക്ക്. എന്നിട്ട് ആ ഒരു ഡോർ തുറന്ന് അതിനകത്തേക്ക് കയറിയിട്ട് അതങ്ങ് ലോക്ക് ചെയ്യും. അപ്പോൾ ജോൺ ഇപ്പോൾ വെളിയിലായിപ്പോയി. അങ്ങനെ അവള് അവിടെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിനകത്തേക്ക് അവൻ ആ ഒരു കമ്പി കുത്തി കയറ്റുന്നുണ്ട്. എന്തായാലും ജസ്സിന്റെ ദേഹത്ത് കൊള്ളുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് ജസ് നേരെ താഴേക്ക് ഇറങ്ങി വരുന്നത്. താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും വേറെ ആരെയും കാണുന്നില്ല. ഇപ്പൊ കാണിക്കുമ്പോൾ അവിടെ ഒരു സൈഡിലായിട്ട് ഡെനീസും ബെന്നും ഒളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ജസ് ഓടി അവരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡെനീസ് ഉണ്ടല്ലോ അവളിപ്പോൾ ജസ്സിനോട് പറയുന്നുണ്ട്, മോളെ ഞാൻ നിന്നെ ഇതിനു മുന്നേ വിശ്വസിച്ചിരുന്നില്ല, പക്ഷെ ഞാനും കണ്ടു ആ ഒരു പ്രേതങ്ങളെ, എനിക്കിപ്പോൾ നിന്നെ വിശ്വാസമായെന്നെല്ലാം പറഞ്ഞ് അവരവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ജോൺ ഉണ്ടല്ലോ അവനിപ്പോൾ വെളിയിൽ വന്നിട്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ വെളിയിലേക്ക് പോകാനായിട്ട് അനുവദിക്കില്ല, എന്നെ വിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും കൊല്ലുമെന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ നിൽക്കാണ്. ഇവരെല്ലാവരും അവന്റെ പഴയ കുടുംബമാണ്. അവൻ അങ്ങനെയാണ് എല്ലാവരെയും കാണുന്നത്. കാരണം അവനിങ്ങനെ ഭ്രാന്ത് പിടിച്ച ഒരുത്തനാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവനിപ്പോൾ ഈ ഒരു ഡോർ ഇടിച്ച് പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജെസ് ഓടി വന്നിട്ട് ഒരു ഷവലെടുത്ത് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾ എന്താ ചെയ്യുന്ന വെച്ചാൽ അവിടെയുള്ള ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ അതങ്ങ് അടിച്ച് പൊട്ടിച്ചിട്ട് ഈ ഇരുട്ടത്ത് ഇവർ മൂന്നുപേരും ഒളിച്ചിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ജോൺ ആ ഒരു ഡോറും ചവിട്ടി തുറന്ന് അകത്തേക്ക് ഇറങ്ങി വരും. പക്ഷെ ഇരുട്ടായതുകൊണ്ട് തന്നെ ഇവരെ കാണാൻ കഴിയുന്നില്ല. അവൻ എല്ലാ സൈഡും ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇവരെ കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവനിങ്ങനെ ചുറ്റി നടക്കുമ്പോഴത്തേക്ക് ഈ ഒരു പേടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു സീലിംഗിലേക്ക് നല്ലതുപോലെ കുത്തി കൊടുക്കും. കുത്തുമ്പോഴത്തേക്കും അവിടെ ഹോള് വീണിട്ട് ആ ഒരു വെളിച്ചം ഇപ്പോൾ ഉള്ളിലേക്ക് വീഴാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെ കാണാൻ കഴിയുന്നുള്ളൊരു അവസ്ഥയായി. അങ്ങനെ അവിടെയെല്ലാം ഹോളിട്ടിട്ട് അവൻ ചുറ്റിനിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മുകളിൽ നമ്മുടെ റോയി വന്നു. അവനിപ്പോൾ വീടിനകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കാണ് ബോബി അടികൊണ്ട് താഴെ കിടക്കുന്നു. ഹേയ് ബോബി നിനക്ക് എന്താ സംഭവിച്ചേ എന്ന് പറഞ്ഞ് അവനോട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവനിങ്ങനെ കൈ കാണിച്ചു കൊടുക്കും. അങ്ങനെ നമ്മുടെ റോയി പെട്ടെന്ന് ഈ ഒരു ബേസ്മെന്റിലേക്ക് ഇറങ്ങി വരാണ്. അവിടേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ ജോണിനെ കാണാനില്ല. അങ്ങനെ റോയി താഴേക്ക് വന്നിട്ട് അവിടെയെല്ലാം നോക്കി, ഹേ ജെസ് നിങ്ങൾ എവിടെയാണെങ്കിലും ചോദിക്കുന്നതും പെട്ടെന്ന് ജോൺ പുറകിലൂടെ വന്ന് റോയിയുടെ പുറകിൽ ഒരു ഒറ്റ കുത്തുകൊണ്ട് റോയി നേരെ താഴേക്ക് വന്ന് വീഴുന്നു. ഇപ്പൊ ഇതെല്ലാം കണ്ട് നമ്മുടെ ജെസ് എന്റെ അച്ഛൻ അടിക്കൂടാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷവലും എടുത്തുകൊണ്ട് വന്ന് ജോണിനെ അടിക്കാണ്. പക്ഷെ അവൾക്കാണെങ്കിൽ അവനോടൊപ്പം പിടിച്ചെടുക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ അവളെ പിടിച്ചിട്ട് ഒറ്റ ഏറ് ഇപ്പോൾ പുറകിലൂടെ നമ്മുടെ ഡെനീസ് വന്ന് അവനെ അടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവളെയും ഒരു ഒറ്റയടി. അങ്ങനെ അവൾ താഴേക്ക് വന്ന് വീണിട്ട് ഇപ്പോൾ ജെസ്സിന്റെ പുറകെ അവൻ വന്ന് അവളെ കൊല്ലാൻ വേണ്ടി അവളുടെ മുകളിലേക്ക് നിന്നിട്ട് ആ ഒരു കോരിയുണ്ടല്ലോ അത് വെച്ച് അവളെ കൊല്ലാൻ പോവാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എന്റെ ഫാമിലി എപ്പോഴും എന്നോടൊപ്പം തന്നെ വേണം എന്നും പറഞ്ഞ ആ ഒരു ഭ്രാന്തൻ അവളെ കൊല്ലാണ്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ പുറകിലുണ്ടല്ലോ ഇവരെ നിൽക്കുന്ന ആ ഒരു ഫ്ലോർ മുഴുവനായിട്ടും ഇപ്പോൾ മണ്ണും ചെളിയും ആ ഒരു രീതിയിൽ മാറുകയാണ്. കാരണം ഇവന്റെ കുടുംബത്തെ ഇവൻ കൊല്ലുമ്പോഴത്തേക്കും ഈ ഒരു ബേസ്മെന്റിൽ അതുപോലെയായിരുന്നു. അതിനകത്താണ് അവരെല്ലാവരെ കൊന്നിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു സ്ഥലം വീണ്ടും പഴയതുപോലെ ആയിട്ട് ആ ഒരു ഗോസ്റ്റെല്ലാം ഇങ്ങനെ പുറകെ വരുന്നുണ്ട്. ഇപ്പൊ ജോൺ പെട്ടെന്ന് അവളെ ഇങ്ങനെ വെട്ടുമ്പോഴത്തേക്കും ജസ്റ്റ് അങ്ങനെ ഒരു വശത്തേക്ക് മറിഞ്ഞിട്ട് അവനോട് പറയും, ഞങ്ങളെല്ലാം നിന്റെ ഫാമിലി എന്ന് പറഞ്ഞ ഒരു ഒറ്റ ചവിട്ട് അവൻ നേരെ വന്ന് വീഴുന്നത് പുറകിലെത്ത ആ ഒരു ചെളിയിൽ വന്ന് വീണിട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ ഭാര്യ 2 മക്കളുണ്ടല്ലോ ഇവരുടെ പ്രേതങ്ങളെല്ലാം കൂടി അവനിപ്പോൾ വലിച്ച് വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോവാണ്. കാരണം ഇവന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്രേതങ്ങൾ ഇത്രയും നാൾ ഈ ഒരു വീടിനകത്ത് ഉണ്ടായിരുന്നത്. അതുമല്ല നമ്മുടെ ജെസ്സിന്റെ കുടുംബത്തെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രേതങ്ങൾ അവരെ വാൺ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ ഈ വീടിനകത്ത് കിടന്ന് ഓരോ കാര്യങ്ങൾ കാണിച്ചതും. അങ്ങനെ അവനെ പൂർണ്ണമായിട്ടും വലിച്ച് വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകുന്നതും ഇപ്പോൾ നമ്മുടെ ജെസ് ആകെ സമാധാനിച്ച് എഴുന്നേറ്റ് പോകാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് അവന്റെ കൈ വന്ന് ജെസ്സിന്റെ കാലിലേക്ക് പിടിച്ച് വലിക്കും. അങ്ങനെ അവളെയും വലിച്ച് താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ റോയി ഉണ്ടല്ലോ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ കയ്യിൽ വന്ന് പിടിച്ച് അവളെ വലിച്ച് മുകളിലേക്ക് എടുക്കുകയാണ്. അങ്ങനെ വലിച്ച് അവസാനം നമ്മുടെ ഡെനീസും വന്ന് വലിച്ചിട്ട് ഇവർ രണ്ടുപേരും ജെസ്സിനെ വലിച്ചിങ്ങനെ എടുക്കുന്നതും അവനെ ആ ഒരു പ്രേതങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അതോടെ ആ ഒരു റിവഞ്ച് എന്തായാലും കഴിഞ്ഞു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞ് വെളിയിൽ കാണിക്കുമ്പോൾ പോലീസും ബാക്കി എല്ലാവരും വന്ന് റോയിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബെന്നാണെങ്കിലും ഒരു കുഴപ്പമില്ല. അങ്ങനെ ബെന്നിനെ വെച്ച് ജസ്റ്റ് അവിടെ വെളിയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ വീടിന് മുകളിൽ 3 കാക്കകളുണ്ട്. ആ 3 കാക്കകളും അവിടെ ഇരുന്നിങ്ങനെ കരഞ്ഞിട്ട് പെട്ടെന്ന് പറന്നങ്ങ് പോകുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു 3 കാക്കകൾ
സ്റ്റാർട്ടിങ്ങില് ജോൺ കൊന്ന അവന്റെ ഭാര്യ, മകൻ, മകൾ ഇവര് 3 പേരുടെ ആത്മാക്കളായിരുന്നു. ജോണിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവർ 3 പേരും ഈ ഒരു സ്ഥലത്ത് ചുറ്റി നടന്നത്. ഇപ്പൊ അവനെ കൊന്നത് കൊണ്ട് തന്നെ ആ ഒരു 3 ആത്മാക്കളും അവിടെ നിന്ന് പറന്നു പോകുന്നതും. ഇപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണിക്കുമ്പോഴത്തേക്കും ഇവരാരും ഈ ഒരു സ്ഥലം വിട്ട് പോയിട്ടില്ല. അവരെല്ലാവരും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. കാരണം ഇനി ഈ ഒരു വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അവരവര് സൂര്യകാന്തി കൃഷി ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ജീവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ കുട്ടിബൻ അവൻ സംസാരിക്കാനും തുടങ്ങി. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മൂവി? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മറക്കാതെ ലൈക്കും കൂടി അടിച്ചേക്കുക. എങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ നല്ലതുപോലെ റീച്ചായി പോകത്തുള്ളൂ. അതേപോലെ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് മൂവീസ് കൊണ്ടുവരാനും കഴിയത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.